നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർണ, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയയ്ക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിൽ ആകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട എൻ യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട എൻ യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ.
ഈ യാത്രയുടെ ഒരുപാട് കർത്താവ് കൃപയോർത്ത് സ്തുതിക്കാം. പല ഭവനങ്ങളായ നമ്മെ കർത്താവ് കൂട്ടിവെച്ച ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായി രാത്രി ഞങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സ്നേഹത്തിനായി സ്തോത്രം. ദേവാത്വത്തെ പ്രകാരം കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളവർക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ് സ്തുതിക്കുന്നു. നേരുള്ളവർക്ക് ഉചിതമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിന് പാടി മഹത്വപ്പെടുത്തുന്ന രാത്രിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാനുള്ളവരെല്ലാം തക്ക സമയത്ത് കൂട്ടി വരുത്തണമേ. രാത്രി മഹിമ കൊണ്ട സാക്ഷികളായി ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പറയുവാൻ കർത്താവെ എല്ലാവരെയും സഹായിക്കണമേ. പാടുവാൻ കൃപയണമേ, പ്രാർത്ഥിപ്പാൻ കൃപയണമേ, ആരാധിപ്പാൻ കൃപയണമേ. ഹല്ലേലൂയ. ദൈവദാസന്മാരെ ഇന്ന് രാത്രി ശക്തിയോടുകൂടെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ വന്നത് നന്നായെന്ന് പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളോടും ബാധിച്ചുകൊണ്ടിരിക്കണമേ കർത്താവ്. ഈ ഹല്ലേലൂയ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവ്. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാന ദിവസങ്ങൾ വരെയും ദൈവം ഞങ്ങളെല്ലാവരെയും പരിപാലിച്ച് സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം, മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം, ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തിയ വിശ്വസ്തയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവർ സൗഖ്യമില്ലാതിരിക്കുന്നു കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് നിന്റെ വചനത്തിലുണ്ടല്ലോ. ഈ ദിവസങ്ങളായി കർത്താവെ കിടക്കമേലും ഹോസ്പിറ്റലിലും മറ്റുമായിരിക്കുന്ന അനേകരുണ്ടല്ലോ, എഴുന്നേൽക്കുവാൻ കഴിയാത്തവരായിട്ടുണ്ടല്ലോ. ഇത് ഞങ്ങൾക്ക് ഇത്രയും തന്ന ആരോഗ്യവും ബലത്തിനും ശക്തിക്കും എല്ലാത്തിനുമായി സ്തോത്രം, സ്തോത്രം. എൻ്റെ ദാസിദാസന്മാരെ ഈ പട്ടണത്തിലേക്ക് അയച്ച് അവരിൽ കൂടെ ജീവന്റെ വചനം ഹല്ലേലൂയ ഈ ദേശത്തെ അറിയിപ്പാൻ തക്കവണ്ണം കർത്താവെ അവരെ പരിമേൽപ്പിച്ചിരിക്കുന്ന ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം. ഹല്ലേലൂയ. എത്ര കാലം ഇത് തുടരുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല, എങ്കിലും കർത്താവെ ഹല്ലേലൂയ തക്കത്തിൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി നിന്റെ മഹിമയോട് ഞങ്ങളെ ഇരുത്തണമേ, സകല മഹത്വം എടുക്കണമേ. അവിടുത്തെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. വരുവാനുള്ളവരെല്ലാം തക്ക സമയത്ത് കൂട്ടി വരുത്തണമേ. വന്നവർക്കായും സ്തോത്രം. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ സകലവും താഴ്മയായി ചോദിക്കുന്നത് കേൾക്കണമേ. പാട്ടുപാടി Oh
കൊടുക്കപ്പെട്ട നമ്മുടെ അരുമനാഥന്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ അരുമനാ ഈ ആഴ്ച എല്ലാ ക്രിസ്തുമസ് കൊണ്ടാടുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ നമുക്ക് പറയുവാനുള്ളത്, നമുക്ക് പ്രാർത്ഥിപ്പാനുള്ളത് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആ കാൽവറി വീട്ടിൽ പരമേകമായി ഹല്ലേലൂയ 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 ഇമ്പീരിയൽ മുദ്രകളെ തകർത്തുകൊണ്ട് ഹല്ലേലൂയ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നൊരു നല്ല പിതാവ് നമുക്കുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും അവനെ ഭക്തിപ്പെടുത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. ഈ പകൽക്കാലത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2 ദൈവദാസന്മാർ ഈ പകൽക്കാലം രാത്രി വൈകിവേളയിൽ ഹല്ലേലൂയ ദൈവം സംസാരിക്കാനുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. മക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം അതിശക്തിയോടുകൂടി ഹല്ലേലൂയ സംസാരിപ്പാൻ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിനദാസൻ പ്രിയ TV ജോസഫ് മുന്നോട്ട് കടന്നുവന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ രാത്രിക്കായി നന്ദിയോട് സ്തോത്രം. വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സന്നിധാനം കടന്നു വരുവാണ്ടക്കണം. ഈ സന്ധ്യാസമയത്ത് വഴി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ പകലിലെ ഓരോ നിമിഷവും അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിലടികളെ മറച്ചു പരിപാലിച്ച് ഞങ്ങൾ ഓരോരുത്തരുമായിരുന്ന ഇടങ്ങളിൽ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും തിരുമീനിടങ്ങളെ വഴി നടത്തിയതിനായി നന്ദിയോട് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തിട്ട് സർവ്വന്തരംഗമേ അവന്റെ വിശ്രാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. സന്ധ്യാസമയത്ത് കർത്താവേ അങ്ങേ സന്നിധാനപടികളായിരിക്കുമ്പോൾ കർത്താവ് ഇന്ന് പ്രാപിച്ച നന്മകളെ ഓർക്കുവാൻ ഹല്ലേലൂയ അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ കർത്താവേ തിരുമീനിടങ്ങളെ സഹായിക്കുമാറാകണമേ. പാടി അങ്ങേ ആരാധിപ്പാൻ തിരുമേനിടങ്ങളെ ബലപ്പെടുത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. രാത്രികാലം കർത്താവേ ഹല്ലേലൂയ അങ്ങേ സന്നിധാനമായിരിക്കുമ്പോൾ ഹല്ലേലൂയ അങ്ങേ സ്തുതിപ്പാൻ അങ്ങേ ആരാധിപ്പാൻ തിരുമേനി പിന്നെയും ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായി വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്ന ഇടങ്ങളെ കർത്താവേ അങ്ങയുടെ സ്നേഹം തേടി വന്നതിനായി നന്ദിയോട് സ്തോത്രം. കർത്താവേ അങ്ങേ മക്കളും അവകാശികളുമാക്കി തീർത്ത ഞങ്ങളുടെ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. ഈ രാത്രിയും കൃപാസനത്തോട് അടുത്ത് വന്ന പിതാവേ എന്ന് വിളിപ്പാൻ തക്കുന്ന കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ തിരുമേനി ഞങ്ങളെ നിറച്ച് ഞങ്ങളുടെ സ്നേഹത്തിനായി കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവേ രാത്രിയിലെ മീറ്റിംഗിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആദ്യോടൊന്നും ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ തക്കുന്ന കർത്താവ് ഇടയാക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. കർത്താവേ അങ്ങയുടെ ദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രൂശിന്റെ മറവിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് കർത്താവേ അങ്ങയുടെ വന്ന ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസന്മാരെ തിരുമേനി അധികാരപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചേതനുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയും പ്രാണിനെയും ആത്മാവിനെയും സന്ധിപഞ്ചങ്ങളെയും തുളച്ചേരുന്നതാകിയാൽ ഹല്ലേലൂയ ഹൃദയത്തിലെ ചിന്തങ്ങളെ വിവേചിക്കുന്ന ആകിയാൽ ഈ രാത്രികാലം കർത്താവേ തിരുമേനി ഞങ്ങളോട് ഇടപെടുമാറാകണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുവാൻ ഹല്ലേലൂയ അങ്ങയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുവാൻ കർത്താവേ തിരുമേനി കൃപയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുത്തനാഭിഷേകം കൊണ്ട് കർത്താവേ തിരുമേനി വരെ നിറച്ചുകൊള്ളുമാറാകണമേ. ഈ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സഭയുടെ തന്നെ കർത്താവ് വാസമായി വിശ്രമമാക്കണമേ. അങ്ങനെ ദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനെ കർത്താവേ പുത്തൻ കൃപയോടും പുത്തൻ അഭിഷേകത്തോടും കൂടെ കർത്താവേ ഈ പഠനത്തിൽ അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ നിന്റെ മക്കളെ കർത്താവിനെ ശക്തീകരിക്കുമാറാകണമേ. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമേനി ഓരോ ഉള്ളങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങേ സന്നിധിയിൽ നിന്ന് കർത്താവ് ബലം പ്രാപിച്ചവരായി ഹല്ലേലൂയ പുതുശക്തി ഏറ്റെടുത്തവരായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ തിരുമേനിയിടങ്ങളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നു ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനം സൂക്ഷിപ്പാനായി 2 അഭിഷക്ത ദൈവദാസന്മാരെ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചിട്ടുണ്ട്. തിരക്കേറിയ പട്ടണത്തിൽ ജോലിയൊക്കെ കഴിഞ്ഞ് നാം അല്പസമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇവിടെ ഈ തിങ്കളും ചൊവ്വയും ഇങ്ങനെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ. കഴിഞ്ഞ നാളുകളിൽ നാം പല സമയങ്ങളിലും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ഒക്കെ ഇടയായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയും നാം ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ ഒരു പുതിയ അഭിഷേകത്തോടെ ശക്തിയോടുകൂടെ ദൈവത്തിൻ്റെ ദാസന്മാരെ വചനം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ വിടുതലും സൗഖ്യവും നമ്മുടെ പല പ്രിയപ്പെട്ടവരും സൗഖ്യമില്ലാതിരിക്കുന്നു. അവർക്കൊക്കെയും ഇത് മുഖാന്തരമായി സൗഖ്യം കിട്ടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ റോജി ശാമേൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സെക്ഷൻ പ്രസ്പെക്ടറായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും ഒക്കെയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ചിറ്റാർ സ്വദേശിയാണെങ്കിലും അടൂരിൽ താമസിച്ചുകൊണ്ട് പലയിടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു. ദീർഘവർഷങ്ങളായി ഈ രാജ്യത്തെ കടന്നു വരുവാനും
പല ഇടങ്ങളിലും കർത്താവിനെ സാക്ഷിപ്പാനായിട്ട് ഞങ്ങൾക്ക് തമ്മിൽ ദീർഘമായ വർഷങ്ങളിലുള്ള പരിചയമുണ്ട്. ഇന്ന് രാത്രി ആദ്യമായി കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ഓജി ഷമേൽ പാസ്റ്റർ നമ്മോട് സംസാരിക്കും. അതിനുശേഷമായിട്ട് പാസ്റ്റർ ലൈജി നൈനാൻ അദ്ദേഹം തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെയും വളരെ നന്നായി അറിയാവുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസലോ. ഒരു ശീല പാട്ട് ഞാനങ്ങ് പാടാം ആദ്യമേ. എന്താ? ഇടുക്കമുള്ള വഴി നടന്നാൽ ഒടുക്കമെന്നെ യേശുവിനരികിലെത്തും. ഇടുക്കമുള്ള വഴി നടന്നാൽ ഒടുക്കമെന്നെ യേശുവിനരികിലെത്തും. ഞെരുക്കം വന്നാൽ ഭയമില്ല, അവൻ ഒരുക്കും എനിക്കൊരു നന്മ. ഞെരുക്കം വന്നാൽ ഭയമില്ല, അവൻ ഒരുക്കും എനിക്കൊരു നന്മ. ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, അതു ജയിച്ചവനുയരത്തിലുണ്ട്. ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, അതു ജയിച്ചവനുയരത്തിലുണ്ട്. കൃപ തരണം എല്ലാം സഹിപ്പാൻ, ബലം തരണം എല്ലാം ക്ഷമിപ്പാൻ. കൃപ തരണം എല്ലാം സഹിപ്പാൻ, ബലം തരണം എല്ലാം ക്ഷമിപ്പാൻ. ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, അതു ജയിച്ചവനുയരത്തിലുണ്ട്. ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, അതു ജയിച്ചവനുയരത്തിലുണ്ട്. പ്രൈസലോ. പ്രൈസലോ. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു സൂചിക ജീവിതത്തിൻ്റെ ഒരു മാർഗമല്ല. അനേക കഷ്ടങ്ങളിൽ കൂടെ ഒരു മഹത്വകരമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു മാർഗമാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തെ അനേക പ്രതിസന്ധികളും പരിശോധനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്ന് വരികിലും തിരിഞ്ഞു നോക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ളതൊക്കെ ഒരു മധുരസ്മരണ പോലെ ദൈവം നമ്മെ നടത്തിയ വഴികൾ ഓർത്ത് നാം ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യ തുറമുഖത്തേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് നമുക്ക് കരങ്ങൾ വരുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇത് ക്രിസ്മസിൻ്റെ ഒരു സീസണാണ്. പെന്തക്കോസ്തു സമൂഹങ്ങൾ, വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്ന സമൂഹങ്ങൾ മറ്റ് ഇതര സമൂഹങ്ങളെപ്പോലെ ക്രിസ്മസ് ആ അർത്ഥത്തിൽ ആഘോഷിക്കുന്നില്ല. സ്തോത്രം. അതിന് കാരണം പലതുണ്ട്. അത് ഇതിനെക്കുറിച്ച് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാന സ്വർഗാരോഹണത്തിന് ശേഷം ആദ്യത്തെ 1 നൂറ്റാണ്ട് കാലം ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരോ മറ്റ് ക്രിസ്ത്യ ശിഷ്യന്മാരോ ആരും ഇങ്ങനെയുള്ളതായ ഒരു ആഘോഷം നടത്തിയതായി ബൈബിളിനകത്ത് യാതൊരു രേഖകളും ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ നിലയിലുള്ളതായ ഒരു ആഘോഷത്തിലേക്ക് പോകുന്നവരല്ല. എങ്കിലും ഒരു ക്രിസ്മസ് സീസൺ വരുമ്പോൾ നിശ്ചയമായി യേശുക്രിസ്തുവിൻ്റെ ജനനം സംബന്ധിച്ചുള്ളതായ വസ്തുതകൾ നമ്മളൊന്ന് ഓർക്കുകയും അത് നമ്മുടെ ധ്യാന വിഷയമാക്കുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അതിന് ഒരു വിശാലമായ സമയം ഇന്നിപ്പോൾ ഇല്ല. എങ്കിലും ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിഷയം നിങ്ങളുടെ മുൻപിൽ വന്ന് വെക്കാനാണ് താല്പര്യപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് അനേക നാളുകൾക്ക് മുൻപ് തന്നെ എനിക്ക് പരിചയമുള്ള ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. വളരെ ദൈവഭക്തനായി വളരെ മാതൃകാപരമായി കർത്താവിൻ്റെ വേലിയിൽ ദൈവം നിർത്തിയിരിക്കുന്ന ദൈവദാസനാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഇവരുടെ ദൈവമക്കളെയും പ്രത്യേകിച്ച് ഇന്ന് അതിഥിയായി നമ്മുടെ നടുവിലുള്ള ദൈവദാസനെയും നാമേൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. ആമേൻ. മീഖ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. മീഖ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം. സ്തോത്രം. എടുത്തവർക്ക് ഉണ്ടെങ്കിൽ അത് ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം.
നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് അനുഭവിച്ചു വരും. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ ഇസ്രായേലിയ സമൂഹങ്ങളിൽ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും നിനക്ക് അധിപതിയായിരിക്കുന്നവൻ അവിടെ നിന്ന് ഉത്ഭവിച്ചു വരും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് 600-ലധികം വർഷത്തിന് മുൻപ് മീഖാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണിത്. യേശുവിന്റെ ജനനം സംബന്ധിച്ചുള്ളത് അനേക പ്രവചന ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രോപ്പറായി യേശു എവിടെ ജനിക്കണം എന്നുള്ളതിനെ കുറിച്ച് മീഖ വളരെ വ്യക്തമായി പ്രവചിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ബേത്ലഹേം യഹൂദിയ രാജ്യത്ത്, ഫലസ്തീൻ രാജ്യത്ത് ആയിരക്കണക്കിന് പട്ടണങ്ങളുണ്ട്. വളരെ കീർത്തിയും വളരെ പ്രസിദ്ധിയുമുള്ള അനേക പട്ടണങ്ങളുണ്ട്. എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ചെറിയ പട്ടണമായി മാത്രം ഇരിക്കുന്ന ബേത്ലഹേമിനെ സംബന്ധിച്ചിടത്തോളം ആ ബേത്ലഹേം പട്ടണത്തിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന മശിയെ സംബന്ധിച്ചും ഉള്ളതായ ഒരു പ്രസ്താവനയാണ് ഇത്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ കാലത്തൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഈ ബേത്ലഹേം പട്ടണം കാണാൻ വേണ്ടി കടന്നു പോകുന്നുണ്ട്. സ്തോത്രം. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, ഒരു വർഷം ഒരു 10 ലക്ഷം പേരെങ്കിലും ബേത്ലഹേം പട്ടണം കാണാൻ പോകുന്നുണ്ട്. ഈ ബേത്ലഹേം പട്ടണം കാണാൻ ഇത്രയും അധികം ആളുകൾ എന്തിനാണ് പോകുന്നത്? അവിടെ ഉത്തുംഗ ശൃംഗങ്ങളായിരിക്കുന്ന കെട്ടിട സമുച്ചയങ്ങളില്ല, അവിടെ പ്രകൃതി രമണീയമായ കാഴ്ച സ്ഥലങ്ങളില്ല, അവിടെ വൻപിച്ച കലാമേളകളും കായിക മേളകളും ഒന്നും നടക്കുന്നില്ല, അവിടെ കാണത്തക്ക ലോകാത്ഭുതങ്ങളൊന്നുമില്ല. എന്നാൽ ഈ പട്ടണത്തിലേക്ക് മറ്റെങ്ങുമില്ലാത്ത നിലയിലുള്ളതായ വലിയ ഒരു തീർത്ഥാടക സംഘം എല്ലാ കാലത്തും എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ആമീൻ, അവിടെ ലോകരക്ഷകനായ യേശു ജനിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു എവിടെ ജനിക്കുന്നുവോ ആ ജനനം കൊണ്ട് തന്നെ ആ ദേശം വളരെ പ്രാധാന്യമുള്ളതായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ക്രിസ്മസ് സീസണില് ഈ ബേത്ലഹേം പട്ടണത്തെ കുറിച്ച് വാഴ്ത്തിപ്പാടുന്ന അനേക പാട്ടുകൾ, അനേക ലിറ്ററേച്ചറുകൾ ഒക്കെ നമുക്ക് ലഭിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ബേത്ലഹേമിനെ കുറിച്ച് ചില വിഷയങ്ങൾ നിങ്ങളോട് സംസാരിപ്പാൻ സ്തോത്രം ഞാൻ ആഗ്രഹിക്കുക. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് മീറ്റ്, സ്തോത്രം, അപ്പത്തിന്റെ ഭവനം എന്ന് ആമേ മലയാളത്തിൽ പറയും. സ്തോത്രം. അപ്പത്തിന്റെ ഭവനം എന്നാണ് ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം. ഈ ബേത്ലഹേമിന് മറ്റും ചില പേരുകളുണ്ട്. സ്തോത്രം. ഇവിടെ 2 പേര് പറയുന്നുണ്ട്. ഒന്ന് ബേത്ലഹേം, മറ്റൊന്ന് എഫ്രാത്ത എന്നീ ഒരു പേര് ബേത്ലഹേമിനുണ്ട്. അത് മാത്രമല്ല, ദാവീദ് രാജാവിന്റെ കാലം മുതൽ ഈ ബേത്ലഹേമിന് വേറൊരു പേര് വന്നു. അത് ദാവീദിന്റെ പട്ടണം എന്നുള്ളതാണ്. സ്തോത്രം. അതിനുശേഷം സ്തോത്രം യിരെമ്യാവിന്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ യിരെമ്യാവ് ഒരു പ്രാവചനികമായ പേര് ഈ ബേത്ലഹേമിന് ഇട്ടു. അത് നമ്മൾ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലും യിരെമ്യാ പ്രവചനത്തിലും വായിക്കുന്നുണ്ട്. റാമ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ബേത്ലഹേം വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ബേത്ലഹേമിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും ആമേൻ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ബേത്ലഹേമിലെത്തിയ സ്തോത്രം അഭയാർത്ഥികൾ. ബേത്ലഹേമിലെത്തിയ അഭയാർത്ഥികൾ ഒരു പാഠമതാണ്. 2ാമത്തെ വസ്തുത എന്ന് പറയുന്നത് ബേത്ലഹേമിൽ ജനിച്ച മഹാന്മാർ. സ്തോത്രം. 3ാമത് ബേത്ലഹേമിലെ കാഴ്ച. അപ്പം ബേത്ലഹേമിലെത്തിയ അഭയാർത്ഥികൾ, ബേത്ലഹേമിൽ ജനിച്ച മഹാന്മാർ, ബേത്ലഹേമിൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ. സ്തോത്രം. ഈ 3 വിഷയങ്ങളും കൂടെ ഒരുമിച്ച് ഞാനങ്ങ് പറഞ്ഞ് പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഈ ബേത്ലഹേമിലെത്തിയ അഭയാർത്ഥികൾ ആരൊക്കെയാണ്? സ്തോത്രം. ഈ ബേത്ലഹേമിനെ കുറിച്ച് ആദ്യമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്.
സ്തോത്രം. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 16-ാം വാക്യം, അതിനുശേഷം 19-ാം വാക്യം. ഇത് രണ്ടും ചേർത്ത് ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 16-ഉം 19-ഉം വാക്യങ്ങൾ ആരെങ്കിലും എടുത്തവർ ഉണ്ടെങ്കിൽ വായിക്കാം. അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തയിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദന ഉണ്ടായി. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. കർത്താവിന് സ്തോത്രം. ബേത്ലഹേമിൽ ആദ്യമായി എത്തിച്ചേർന്ന ഒരു അഭയാർത്ഥി എന്ന് പറയുന്നത് ആമേൻ വേദപുസ്തക ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പിതാമഹനായ യാക്കോബിന്റെ ഇഷ്ടപത്നിയായ റൂത്താണ്. സ്തോത്രം. അനേക നാളത്തെ ലാബാന്റെ ഭവനത്തിലെ വാസത്തിന് ശേഷം അവിടെ നിന്ന് തൻ്റെ ഭാര്യമാരോടും തൻ്റെ ദാസന്മാരുടെ സമൂഹത്തോടും തൻ്റെ സമ്പത്തോടും കൂടെ യാക്കോബ് പ്രയാണം ചെയ്ത് വന്ന് ബഥേലിൽ എത്തി. ബഥേലിൽ എത്തിയപ്പോൾ പണ്ട് താൻ കടന്നുപോയ ബഥേലിൽ വെച്ച് താൻ അന്നെടുത്ത തീരുമാനങ്ങളൊക്കെ ഒന്ന് പുതുക്കി. ഒരു പക്ഷെ വരിയിൽ സ്തോത്രം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കടന്നുപോയ വഴിയും എടുത്ത തീരുമാനമൊക്കെ ചിലപ്പോൾ നമ്മളങ്ങ് മറന്നുപോയെന്ന് വന്നേക്കാം. എന്നാൽ ദൈവം മറക്കുന്നവനല്ല. നീ എവിടെ വെച്ച് എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും പിന്നെയും ദൈവം നിന്നെ മടക്കി അതുവഴി തന്നെ വരുത്തുകയും നിന്നെ പിന്നെയും ആ തീരുമാനത്തിൽ യഥാസ്ഥാനപ്പെടുത്തി മുൻപോട്ട് നടത്തുകയും ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. ആ ബേഥേലിൽ വന്ന് പണ്ടെടുത്ത തീരുമാനവും പ്രതിഷ്ഠയും ഒന്ന് പുതുക്കി. അതിനുശേഷം അവിടെ യാത്ര പുറപ്പെട്ട് മുൻപോട്ട് വരുമ്പോൾ തന്റെ ആമേൻ പ്രിയഭക്തിയായ റാഹേലിന് പ്രസവവേദന ഉണ്ടായി. ആമേൻ. വഴി പോകയിൽ ബേത്ലഹേമിൽ യാദൃച്ഛികമായി എത്തപ്പെട്ട ഒരു അഭയാർത്ഥിയായിരുന്നു റാഹേൽ. ദൈവത്തിന് സ്തോത്രം. റാഹേല് ഈ ബേത്ലഹേമിൽ വരുമ്പോൾ ഇങ്ങനൊരു മകന് ജന്മം നൽകും എന്നൊന്നും അവരാരും കണക്കാക്കിയില്ല. ബേത്ലഹേംകാരും അത് കണക്കാക്കിയില്ല, ആരും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ ബേത്ലഹേം എന്ന എഫ്രാത്തിലെത്തിയപ്പോൾ റാഹേലിന് പ്രസവവേദന ഉണ്ടായി. അവിടെ വെച്ച് വേദനയോടെ ഒരു മകനെ പ്രസവിച്ചു. അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പൻ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. ബേത്ലഹേമിൽ അഭയാർത്ഥിയായി ബേത്ലഹേംകാരി അല്ലാതെ ബേത്ലഹേമിൽ വഴിയാത്രയിൽ എത്തിച്ചേർന്ന റൂത്ത് അവിടെ വെച്ച് പ്രസവിച്ച ആമേൻ പുരുഷ സന്താനമാണ് ഇസ്രായേലിന്റെ ഗോത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗോത്രത്തിന്റെ പിതാമഹനായ ബെന്യാമീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ബേത്ലഹേമിൽ ആദ്യമേ ജനിച്ച മഹാൻ അഭയാർത്ഥിയായി വന്ന ഈ സ്തോത്രം റാഹേലിൽ നിന്നും ജനിച്ച സ്തോത്രം ബെന്യാമീന. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഒന്ന് വരികിൽ അവിടെ വെച്ച് ഈ ബെന്യാമീൻ ജനിച്ചപ്പോൾ ഈ ബെന്യാമീൻ ആരായിത്തീരും, സ്തോത്രം, അവരുടെ ഭാവി എന്തായിത്തീരുമെന്നും അവരാരും കണക്കാക്കിയില്ല. സ്തോത്രം. ഇനിയിപ്പോൾ ബേത്ലഹേം കാണാൻ ചെല്ലുന്നവർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പോയിട്ടുള്ളവർക്കറിയാം. ഞാനും ഒരു പ്രാവശ്യം ഒന്ന് പോകേണ്ട അവസരം ദൈവം എനിക്ക് നൽകി. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബേത്ലഹേമിന്റെ കല്ലറ എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സെൽസഹിൽ എന്ന് പറയുന്നത് ബേത്ലഹേമിലുള്ള ഒരു പ്രവിശ്യയാണ്. അവിടെ ഒരു കല്ലറയിലാണ് ആമേൻ ഈ റാഹേലിനെ അടക്കിയിരിക്കുന്നത്. ഈ റാഹേലിന്റെ മകനായി ജനിച്ച ഈ ബെന്യാമീൻ ഇസ്രായേലിയ ഗോത്രങ്ങളിൽ യഹൂദ ഗോത്രത്തോട് കൂറു പുലർത്തി നിന്ന് വളരെ ശക്തമായ യഹൂദ സമൂഹത്തിന്റെ ഒരു ഭാഗമായി തീർന്ന ഗോത്രമാണ്. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മുടെ ശമൂവേലിന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ശൗലിനെ അഭിഷേകം ചെയ്തതിന് ശേഷം ആമേൻ ശമൂവേല് ഈ ആമേൻ ശൗലിനോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ സ്തോത്രം മറ്റു വിചാരങ്ങളും ഭാരങ്ങളും ഒന്നും വേണ്ട. അവൻ കഴുതയെ കുറിച്ചുള്ള ഭാരവും അന്വേഷണമായിട്ട് വന്നതാ, അതൊന്നും ഇനിയും വേണ്ട. പക്ഷേ നീ ഇവിടുന്ന് പോകുമ്പോൾ പോകേണ്ട ഒരു വഴിയുണ്ട്. നീ കടന്നു പോകുമ്പോൾ ആ സെൽസഹിയിലുള്ളതായ
ആ റാഹേലിന്റെ കല്ലറയിൽ കൂടെ അതുവഴി നീ കടന്നു പോകണം. എന്തിനാണ് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനോട് റാഹേലിന്റെ കല്ലറയിൽ കൂടെ ഒന്ന് കടന്നു പോകുവാൻ പറഞ്ഞത്? ദൈവത്തിന് അടുത്ത സംഭവങ്ങളൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. അതൊന്നും മറ്റൊന്നുമല്ല, നീ ഇന്നിപ്പോ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായ ഏറ്റവും ഉന്നതമായ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നുവെങ്കിലും നിന്റെ ജന്മവിവരം എങ്ങനെയുള്ളതെന്നും നീ എങ്ങനെ ജനിച്ചവനാണെന്നും നിന്റെ ആരംഭം എങ്ങനെയുള്ളതാണെന്നും നീ ഒന്ന് അറിയേണ്ടത് ആവശ്യമായതുകൊണ്ട് ദൈവത്തിന് സ്വന്തം നിന്റെ പൂർവ്വകാലസ്ഥിതിയെ നീ മറന്നു പോകാതിരിക്കേണ്ടതിന് സ്തോത്രം. ഹല്ലേലൂയ. നീ ആ കല്ലറയുടെ അടുത്തേക്കൊന്ന് കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. എന്റെ ഭാവനയിൽ ഞാൻ ചിന്തിക്കുന്നത്, ശൗൽ അതുവഴി പോയപ്പോൾ ആ കല്ലറ കണ്ടപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചു കാണും, എന്റെ ആമേൻ എന്റെ പിതൃമാതാവായ സ്തോത്രം, എന്റെ ആമേൻ വല്യമ്മച്ചിയായ ആമേൻ എന്റെ ഗോത്രത്തിന്റെ ജന്മം ആമേൻ ഉണ്ടാകുവാൻ കാരണക്കാരിയായ റാഹേല് എത്ര വേദനയോടെ ജന്മം നൽകിയത് കൊണ്ടാണ് ഞാനും എൻ്റെ കുലവും ഉണ്ടായിട്ടുള്ളത് എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളൊരു സ്ഥാനത്തും നമ്മളൊരു നന്മയിലും നമ്മളൊരു പ്രശസ്തിയിലും നമ്മളൊരു പ്രസിദ്ധിയിലുമൊക്കെ ആകുമ്പോൾ ഓർക്കണം, നമ്മൾക്ക് വേണ്ടി വേദന അനുഭവിച്ചവരുണ്ട്, നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചവരുണ്ട്, നമുക്ക് വേണ്ടി ദുഃഖം അനുഭവിച്ചവരുണ്ട്. അതൊരിക്കലും മറന്നു പോകരുത്. കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ആമേൻ. ആ പുതിയ നിയമ ചരിത്രം നാം കടന്നു വരുമ്പോൾ ആമേൻ സഭാ ചരിത്രത്തിൽ സ്തോത്രം ആമേൻ ഏറ്റവും അതിശ്രേഷ്ഠമായിരിക്കുന്ന അപ്പോസ്തലനായി ബൈബിളിൽ കാണപ്പെടുന്നതായ സ്തോത്ര പൗലോസ്, അതിന്റെ ആദ്യമായ പേര് ശൗലെന്നായിരുന്നു. അതും ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. തന്റെ ഗോത്രത്തെക്കുറിച്ചും കുലത്തെക്കുറിച്ചും പറയുന്നത് സ്തോത്രം ഒരു പ്രൗഢായ ഗോത്രം, സ്തോത്രം വളരെ അഭിമാനത്തോട് പറയാവുന്ന ഒരു ഗോത്രം, സ്തോത്രം. അങ്ങനെയുള്ളത് ഒരു ഗോത്രത്തിൽ ജനിച്ചവരായിരുന്നു ശൗലും. ദൈവാമേ സ്തോത്രം. ആ ശൗലാണ് പിൽക്കാലങ്ങളിൽ പൗലോസായി നമ്മുടെ മുൻപിൽ അനേക വേദപുസ്തക സത്യങ്ങൾ നമുക്ക് വരച്ചു കാട്ടുവാൻ ദൈവത്തിന്റെ ആത്മാവിനാണ് ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ബേത്ലഹേമിൽ കൂടെ ആദ്യമായി വന്ന സ്തോത്രം വ്യാപ്തി എന്ന് പറയുന്നത് രൂത്താണ്. ബേത്ലഹേമിൽ ആദ്യമേ ജനിച്ച മഹാനും ആരാണെന്നറിയാമോ? റാഹേലാണ്. ആ റാഹേലിന്റെ മകനായ ബെന്യാമീനാണ്. ഇനി രണ്ടാമത്തെ അഭയാർത്ഥി രൂത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ, രൂത്ത് 1-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചാട്ടെ. ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോരുന്ന മരുമകൾ രൂത്ത് എന്ന മോവാബിയ സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യുവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിൽ എത്തി. കണ്ടോ? സ്തോത്രം. എങ്ങനെ ആമേൻ നവോമി തന്റെ മരുമകളായ രൂത്തുമായി യവക്കൊയ്ത്തിന്റെ കാലത്ത് ബേത്ലഹേമിലെത്തി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നിങ്ങളൊന്ന് ചിന്തിക്കണം. വാസ്തവത്തിൽ ഈ അമ്മാവിയമ്മയുടെ കൂടെ ഈ മരുമകൾ വരണ്ട യാതൊരു സാധ്യതയുമില്ല. സാമാന്യ ബുദ്ധിയുള്ളവരാരും ഈ അമ്മാവിയമ്മയുടെ പുറകെ ഇങ്ങനെ ഇറങ്ങി തിരിക്കത്തില്ല. സ്തോത്രം. അതിൻ്റെ കാരണം ആമേൻ അപ്പം മരിച്ചു, ഭർത്താക്കന്മാർ മരിച്ചു, സകലതും നഷ്ടപ്പെട്ടു. അവസാനമായിട്ട് 2 മരുമക്കളും ഈ അമ്മാവിയമ്മ നവോമിയും മാത്രം ശേഷിച്ചപ്പോൾ ഈ നവോമി അവരെ പോറ്റുന്നതിനോ അവരുടെ അസ്തിത്വം നിലനിർത്തുന്നതിനോ അവർക്ക് ആശ്വാസമായിരിക്കുന്നതിനോ തൻ്റെ പക്കൽ യാതൊരു സോഴ്സുമില്ലാതെ അവരുടെ മുമ്പിൽ കൈമലർത്തി. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോയിക്കൊള്ളുക. സ്തോത്രം. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് പോയിക്കൊള്ളുക. സ്തോത്രം. ആമേൻ. ഞാൻ ഇവിടെ നിന്ന് പോകുവാൻ പോകുന്നു. ആമേൻ. മൂത്ത മകൾ വളരെ ചിന്താശക്തി ഉള്ളവളാണ്. അവൾ പലതും ആലോചിച്ചതിന് ശേഷമായിട്ട് അവളൊരു തീരുമാനമെടുത്തു, ഞാൻ ഈ അമ്മായിയമ്മയുടെ കൂടെ പോകുന്നില്ല, പോയാൽ എൻ്റെ കാര്യം ഗതികേടാ. സ്തോത്രം. ആമേൻ. ഇങ്ങനെ രൂത്ത് ഒരു ചുംബനമൊക്കെ കൊടുത്തിട്ട് അമ്മാവിയമ്മയെ വിട്ടിട്ട് ഓർഫ സ്തോത്രം പോവുകയാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ
റൂത്തിനെ സംബന്ധിച്ച് റൂത്ത് എന്ത് ചെയ്യുന്നറിയാമോ? അമാവ്യമ്മയോട് പറ്റി നിന്നു. ദൈവത്തിന് സ്തോത്രം. എന്താ റൂത്ത് അമാവ്യമ്മയോട് പറ്റി നിന്നതിന്റെ കാരണം? അവളുടെ ജീവിതത്തിൽ ഈ വീട്ടിൽ വന്ന സമയം മുതൽ റൂത്ത് എല്ലായ്പ്പോഴും അമാവ്യമ്മയെ ശ്രദ്ധിക്കുമ്പോൾ ഈ അമാവ്യമ്മ വളരെ ദൈവഭക്തിയോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്നും അവൾ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ഒരു മതമാണെന്നും ഉള്ളത് അവൾക്ക് മനസ്സിലായി. അമാവ്യമ്മ സേവിക്കുന്ന ആ ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനുള്ളതായ വലിയ ആഗ്രഹം, സ്തോത്രം, ആ അമാവ്യമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള താല്പര്യമാണ്, അതിനുള്ള ഒരു സമർപ്പണമാണ്. തൻ്റെ ആ രാജ്യത്തുള്ളതായ സകല ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം വിട്ടതിന് ശേഷമായിട്ട് ഈ അമാവ്യമ്മയുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ ഇടയായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, അനേകം മൈലുകൾ ദൂരെ നിന്ന് ആമേൻ ഈ അമാവ്യമ്മയുടെ പുറകെ വലിയൊരു ഭാണ്ഡക്കെട്ടും ചുമന്നുകൊണ്ട് അവർ നടന്ന് നടന്ന് അലഞ്ഞ് 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 സ്തോത്രം ആമേൻ ഒരു സുപ്രഭാതത്തിൽ ബേത്ലഹേമിൽ യവക്കൊയ്ത്തിന്റെ ആ സീസണില്, ആ ഒരു നല്ല സീസണില് അവരെന്ത് എന്നറിയാമോ? അവർ ബേത്ലഹേമിൽ എത്തിച്ചേർന്നു. സ്തോത്രം. ബേത്ലഹേമിൽ രണ്ടാമത് യാദൃച്ഛികമായി കടന്നു വരേണ്ടി വന്ന സ്തോത്രം ഒരു അഭയാർത്ഥിയാണ് റൂത്ത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേലിന് പണ്ട് പ്രമാണം കൊടുക്കുമ്പോൾ, ഇസ്രായേലിയ ഗോത്രത്തിൽ പ്രമാണം കൊടുക്കുമ്പോൾ സ്തോത്രം മോവാബിനെ കുറിച്ച് പ്രത്യേക കൽപ്പനയുണ്ട്. സ്തോത്രം. മോവാബിന്റെ 10ാം തലമുറയ്ക്ക് മാത്രമേ ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുള്ളതാണ്. സ്തോത്രം. നോക്കണമേ, വേദപണ്ഡിതന്മാര് അവരുടെ വംശപാരമ്പര്യത്തിന്റെ മുഴുവനും കണക്കുകളൊക്കെ ശേഖരിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ആ 10ാം തലമുറ തികഞ്ഞപ്പോൾ റൂത്ത് സൂക്ഷ്മം ഇസ്രായേലിന്റെ രാജ്യമായ ബേത്ലഹേമിലെത്തി. അതൊരു വലിയ ചരിത്ര സംഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ബേത്ലഹേമിന്റെ ചരിത്രത്തെ മാറ്റി എഴുതുവാൻ, അല്ലെങ്കിൽ പലസ്തീൻ നാടിന്റെ ചരിത്രത്തെ മാറ്റി എഴുതുവാൻ വേദപുസ്തക പ്രമാണത്തെയും ചരിത്രത്തെയും വളരെ വ്യക്തതയോടെ സ്വാധീനിച്ച ഒരു വനിതാരക്തമായിരുന്നു റൂത്ത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. അവൾ അഭയാർത്ഥിയായി, ഒന്നുമില്ലാത്തവളായി, അത്തിക്ക് പോലും വകയില്ലാത്തവളായി ആ ബേത്ലഹേമിലേക്ക് അഭയാർത്ഥിയായിട്ട് വന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. അവിടെ വന്നപ്പോൾ അമ്മാമിയമ്മ എന്തോ ആദ്യത്തെ ദോഷം പറഞ്ഞെന്നറിയാം. മകളെ, നമ്മളിങ്ങനെ പട്ടിണിയൊന്നും കിടക്കാൻ നോക്കത്തില്ല, നീ ഒരു കാര്യം ചെയ്യുക. ഇവിടെ ധനവാനായ ഒരു മനുഷ്യനുണ്ട്, അവൻ്റെ വയൽ കൊയ്ത്ത് നടക്കുക. നീ അതുകൊണ്ട് നീ ആ കൊയ്ത്ത് കളത്തിലേക്ക് പോകണം, ആ വയലിലേക്ക് പോകണം. ആ വയലിൽ ചെന്ന് നീ കതിര് പറക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആദ്യമേ അവിടെ നിയോഗിച്ച് വിടുന്നത് എന്തിനാണെന്നറിയാമോ? പറക്കാനാ വിടുന്നത്, പറക്കാൻ. സ്തോത്രം. ഇന്നത്തെ മരുമക്കളോട് പോകവല്ലോ അമ്മാവിയമ്മമാരിങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവർ പറഞ്ഞു, അമ്മച്ചി പോയി പറക്ക്, ഞങ്ങളെ കൊണ്ട് വയ്യാന്ന് പറയും. ദൈവത്തിന് ഈ പറക്കുന്ന പരിപാടിക്കൊന്നും ഞങ്ങളില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, സ്തോത്രം. ഭാഗ്യവശാലേ, സ്തോത്രം, ഭാഗ്യവശാലേ ബേത്ലഹേമിൽ എത്തിച്ചേർന്ന റൂത്ത്, നിന്റെ ആരംഭം പെറുക്കോടുകൂടെ തുടങ്ങിയെങ്കിൽ നീ മറക്കണ്ട, നീ പെറുക്കിക്കോ. അതിന്റെ കൂടെ ഒരളവ് കൂടെ ചേർത്ത് നിനക്ക് തരുന്നവൻ അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1-ാമത്തെ അധ്യായത്തിൽ റൂത്ത് മോവാബിലാണെങ്കിൽ 2-ാമത്തെ അധ്യായത്തിൽ റൂത്ത് ബേത്ലഹേമിലാണ്. 3-ാമത്തെ അധ്യായത്തിൽ റൂത്ത് ബോവസിന്റെ കളത്തിലാണ്. 4-ാമത്തെ അധ്യായത്തിൽ റൂത്ത് ബോവസിന്റെ വീട്ടിലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കാലാകാലങ്ങളിൽ ഈ നല്ലവനായ ബോവസിനെ, ആമേൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലായ ഈ ബോവസിനെ സേവിപ്പാൻ, ആ കളത്തിൽ പറക്കാൻ ഇറങ്ങിയ നമ്മളെ ആരും കൈവിടാതെ ദൈവത്തിന് സ്തോത്രം ഇതുവരെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ കരുണയും സ്നേഹവും എത്ര വലുതെന്നുള്ളത് ഓർത്ത് നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഭാഗ്യവശാലേ ആ ബോസിന്റെ കളത്തിൽ വരുവാനിടയായി തീർന്നു. പിന്നീടുള്ള സംഭവം നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ബോവസിന്റെ വീട്ടുകാരിയായി തീർന്നു. ബോവസിനുള്ള സകലത്തിന്റെയും അവകാശിയായി മാറി. ആമേൻ. റൂത്ത് ആദ്യമായി ഒരു മകനെ സ്തോത്രം പ്രസവിക്കുന്നു. അവന് ഓബേദ് എന്ന് പേരിടുന്നു. സ്തോത്രം. ഓബേദ് ആരാണ്?
ഇസ്രായേലിന്റെ എല്ലാ കാലത്തെയും ശ്രേഷ്ഠ രാജാതിരാജാവായ ദാവീദിന്റെ പിതാമഹനാണ് സ്തോത്രം ഓബേദ് എന്നുള്ളത് മറക്കരുത്. നാം ഇത് ചിന്തിച്ചു വരുമ്പോൾ ദാവീദിനെ സംബന്ധിച്ചും പറയുന്നത് സ്തോത്ര ഹല്ലേലൂയ, അഭയാർത്ഥിയായി ബേത്ലഹേമിൽ എത്തപ്പെട്ട ഒരു രുത്തന്റെ സന്തതിയിൽപ്പെട്ടതാണ് ഈ മഹാനായ സ്തോത്രം ഈ ദാവീദും എന്നുള്ളത് മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ സ്തോത്രം ബേത്ലഹേമിൽ വന്ന രണ്ടാമത്തെ മഹാൻ ആരെന്ന് ചോദിച്ചാൽ ആരാ രണ്ടാമത്തെ മഹാൻ? സ്തോത്രം ദാവീദ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അതും അഭയാർത്ഥിയുന്ന സ്തോത്രം. എന്ത് ബേത്ലഹേംകാരൊക്കെ എന്തിയെ? ബേത്ലഹേമിന്റെ ചരിത്രത്തിന് വ്യത്യാസം വരുത്തിയവരൊക്കെ എന്തേ? വരേണ്ടവർ സ്തോത്രം എന്തിയെ? എന്നാൽ അഭയാർത്ഥികളിൽ നിന്നും ദൈവം കൊടുത്ത തലമുറ ബേത്ലഹേമിന്റെ ചരിത്ര നായകന്മാരായി മാറി എന്നുള്ളത് മറന്നു പോകരുത്. സ്തോത്രം. മൂന്നാമത് ആ ബേത്ലഹേമിലേക്ക് അഭയാർത്ഥിയായി വന്നത് ആരെന്ന് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ നസ്രത്തിൽ ജീവിക്കേണ്ട നസ്രത്തുകാരനായ യോസഫ്, നസ്രത്തുകാരിയായ മറിയ, സ്തോത്രം, കുലവും വംശങ്ങളും ഒക്കെ ആമേൻ പരിശോധിച്ചു വന്നാൽ അവരുടെ യഥാർത്ഥ കുലവും അവരുടെ വംശവും ബേത്ലഹേമിൽ നിന്നാണ് നസ്രത്തിൽ വന്നത് എന്നുള്ളത് കൊണ്ട് സ്തോത്രം ആമേൻ ഇവര് ബേത്ലഹേമിലേക്ക് വരേണ്ടി വരും. സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, വാസ്തവത്തില് ഈ ഓഗസ്റ്റോസ് സീസർ എന്ന റോമൻ ചക്രവർത്തിക്ക് സ്തോത്രം ഒരു സെൻസസ് എടുക്കാൻ കൽപ്പന തോന്നിച്ചതാരാ? അതിനോട് പ്രേരണ കൊടുത്തതാരാ? മറ്റാരുമല്ല, സ്തോത്രം സർവശക്തനായ ദൈവമാ. സ്തോത്രം. ഒരിക്കൽ ദാവീദിന് ആമേൻ ജനത്തെ മുഴുവനും ഒന്ന് സെൻസസ് എടുക്കണം തോന്നിച്ചു. ആ തോന്നിച്ച് പിശാചാണ്. സ്തോത്രം ദാവീദാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇവിടെ സ്തോത്രം ഒരു സെൻസസ് എടുക്കുവാൻ, ലോകം മുഴുവനും ആമേൻ പവർ വഴി ചാർത്തുവാൻ, സെൻസസ് എടുക്കുവാൻ സ്തോത്രം ഉള്ള ഒരു താല്പര്യം ഓഗസ്റ്റോസ് സീസറിനുണ്ടായി. ആ പ്രേരണ കൊടുത്ത സർവശക്തനായ ദൈവമാണ്. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. അങ്ങനെ ഒരു വലിയ കൽപ്പന വന്നെങ്കിൽ മാത്രമേ നസറേത്തിൽ കിടക്കുന്ന മറിയ യോസഫിനെയും കൃത്യം പ്രസവ സമയത്ത് ബേത്ലഹേമിലെത്തിക്കാൻ കഴിയൂ. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് നമ്മൾ എത്ര മൈലുകൾ ദൂരം കിടന്നാലും ഏത് സ്ഥാനത്തിരുന്നാലും ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുകയും ദൈവത്തിന്റെ വാഗ്ദത്വം അങ്ങനെ നിവർത്തിക്കുകയും ചെയ്യുവാൻ വിശ്വസ്തതയുള്ളവരാണ് ദൈവം എന്നുള്ളത് മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നസറേത്തിൽ നിന്നും ദീർഘദൂരം 100-ലധികം മൈലുകൾ പൂർണ്ണഗർഭിണിയായ മറിയയും താങ്ങിപ്പിടിച്ചുകൊണ്ട് യോസഫ് എത്രയോ ക്ലേശം സഹിച്ചാണ് നടന്ന് ഒരു ഇരുട്ടുള്ള രാവിൽ, വളരെ ശൈത്യമുള്ള ഒരു രാവിൽ ബേത്ലഹേമിന്റെ തെരുവീതിയിലെത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവിടെ എത്തിയപ്പോൾ സൂക്ഷം മറിയക്ക് പ്രസവ വേദന ഉണ്ടായി. ഒരു പക്ഷം വരികിൽ ഈ മറിയയ്ക്ക് വേണ്ടി നല്ല ഒരു കൊട്ടാരമോ ഒരു വീടോ നല്ലൊരു ഷെൽട്ടറോ ഒക്കെ ഒരുക്കുവാൻ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, അതിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇരുട്ടുള്ള സമയത്ത് ആ വഴിയമ്പലത്തിൽ അവരൊരു അഭയം ചോദിച്ചപ്പോൾ വഴിയമ്പലക്കാരൻ പറഞ്ഞു ഇവിടെ സ്ഥലമില്ലെന്ന്. അവൻ ഇരുട്ടിലേക്ക് മാറി. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് ജനിച്ച ശിശുവിനെ കാലിത്തൊഴുത്തിൽ പശുത്തൊഴുത്തിൽ കിടത്തി എന്നാണ്. സ്തോത്രം. പശുത്തൊഴുത്ത് എന്നതിനെ ഇംഗ്ലീഷിൽ മാനർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് ചില വസ്തുതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആ കാലിത്തൊഴുത്തെന്ന് പറയുന്നത് സാധാരണ ആളുകളുടെ ഒരു കാലിത്തൊഴുത്തല്ല. പിന്നെയോ ദൈവത്തിന് സ്തോത്രം, യെരൂശലേമിൽ ദേവാലയത്തിൽ യാഗത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടിട്ടുള്ള
മൃഗങ്ങളെ കൊണ്ടുവന്ന് അവിടെ സൂക്ഷിച്ച് സംരക്ഷിച്ച് പരിരക്ഷിക്കുന്ന ഒരു ശാലയാണ് ഈ മാനർ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യാഗമൃഗങ്ങളെ അവിടെ കൊണ്ടുവന്ന് അവിടെ സൂക്ഷിക്കണം. യാതൊരു ഊനവും ഒരു മൃഗത്തിനും ഉണ്ടാകുവാൻ പാടില്ല. ഊനമുള്ളതിനെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ പാടില്ലാത്തതാകുന്നു. അതുകൊണ്ട് കൊണ്ടുവരുന്ന ആടുകളാകട്ടെ മാടുകളാകട്ടെ അതിനെ വളരെ ശ്രദ്ധാപൂർവം പരിചരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ യാഗത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഈ മൃഗങ്ങളെ പോലെ ലോകത്തിലുള്ള സകല മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്തോത്രം കുരളറിക്കപ്പെടേണ്ട കുഞ്ഞാടായ ക്രിസ്തു എന്ന സ്തോത്രം ശിശു സ്തോത്രം ഈ മാനറിൽ തന്നെ ആമേൻ യാഗത്തിന് വേർതിരിക്കപ്പെട്ട ഈ മാനറിൽ തന്നെ വരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ശിശുവിനെ അവിടെ കിടത്തി. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ജെയിംസ് പാസ്റ്റർ നോക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് അവിടെ സംഭവിച്ചത്? ദൈവത്തിന് സ്തോത്രം. ഈ ശിശുവിനെ അവിടെ കിടത്തി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എത്രയോ അതിശയകരമായ കാര്യം. ആമേൻ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ സ്തോത്രം സൈമൻ സാറ് അതിനെക്കുറിച്ച് പാട്ട് പാടിയിട്ടുണ്ട്. അട്ടിടയർ കൂട്ടമായി വന്ന നേരം, അട്ടിടയർ കൂട്ടമായി വന്ന നേരം, കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ എക്കിഷ്ടമായി കിടപ്പു കണ്ടു ഞാൻ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ എക്കിഷ്ടമായി കിടപ്പു കണ്ടു ഞാൻ. നമിക്കുന്നേൻ സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ദൈവത്തിന് സ്തോത്രം. ലോകത്തെ മുഴുവനും ആമേൻ വാക്കുകൊണ്ട് സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തമ്പുരാൻ സ്തോത്രം. സകലത്തെ തന്റെ ശക്തിയുള്ള കരങ്ങളിൽ വഹിക്കുന്ന സർവശക്തനായ തമ്പുരാൻ ഈ ലോകത്തിലുള്ളതായ മനുഷ്യനോടുള്ള മനുഷ്യവർഗത്തോടുള്ളതായ മഹാസ്നേഹ നിമിത്തം സ്വർഗത്തിലുള്ളതായ സകല മഹിമകളും പ്രതാപങ്ങളും വിട്ടതിന് ശേഷം ആമേൻ താണിറങ്ങി മനുഷ്യവേഷത്തിൽ മനുഷ്യകുലത്തിൽ മനുഷ്യനായി ജനിച്ച് സ്തോത്രം തന്നെത്താൻ താഴ്ത്തി ആ കാലിത്തൊഴുത്തിനകത്ത് അവൻ ഒരു യാഗമൃഗങ്ങളുടെ കൂട്ടത്തിന് ഒരു യാഗമൃഗത്തെ പോലെ അവിടെ കിടക്കുന്ന ആ കിടപ്പ് നിങ്ങളൊന്ന് ധ്യാനിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. ഓ ജീസസ്, സ്തോത്രം. തമ്പുരാനെ, അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്? എന്തിനാണ് ഈ കിറ്റുശീലയിൽ സ്തോത്രം ഈ പൊത്തൊട്ടിൽ കിടക്കുന്നത്? എന്തിനാണ്? സ്തോത്രം. അതൊരു മറുപടിയേ ഉള്ളൂ. അത്രയ്ക്ക് മഹാസ്നേഹം ഈ സർവശക്തനായ ദൈവത്തിന് നമ്മോട് ഓരോരുത്തരോടും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കിടക്കുന്ന ശിശു ആരാണ്? ഈ ശിശു? ഈ ശിശുവിന്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. സ്തോത്രം. ആമേൻ. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം ആമേൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മത്തായി സുവിശേഷത്തിൽ അത് എടുത്തെഴുതുമ്പോൾ കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ, നമ്മോട് കൂടെ ഉള്ളവൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ കർത്താവ് നമ്മോട് കൂടെ ഉള്ളവനാണെന്ന്. എത്ര പ്രതികൂലം വന്നാൽ, പ്രതിസന്ധി വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും നമ്മെ ചൈതന്യപ്പെടുത്തുന്നത് ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ ശിശു ആരാണ്? യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 4 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ആമേൻ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. അവൻ ആരാണ്? അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, സമാധാന പ്രഭു. ആരാണ് ഈ ശിശു?
ഈ ജനിച്ചു കിടക്കുന്ന ശിശു ഹെരോദാവേ രാജസിംഹാസനത്തിൽ നീ ഇരുന്നു കൊണ്ട് കൊല നീ ശ്വസിച്ചുകൊണ്ട് ബേത്ലഹേമിലെ ശിശുക്കൾക്ക് ദൈവത്തിന് സ്തോത്രം ഇനി ജീവിക്കുവാൻ അവകാശമില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ ശിശു ആരാണെന്ന് നീ തിരിച്ചറിയുക. ഇതാരാണ്? സ്തോത്രം, ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. സ്തോത്രം. ഇവൻ അത്ഭുത മന്ത്രി. അത് വിശദീകരിക്കുന്നില്ല. അവനെ സംബന്ധിച്ച് പറയുന്നത് ഈ ശിശു നിത്യപിതാ. സ്തോത്രം, ഹല്ലേലൂയ. ഇവൻ സമാധാന പ്രഭു. ആ വാക്കിന്റെ അർത്ഥങ്ങളും അതിന് വ്യാഖ്യാനങ്ങളും ഒരുപാടുണ്ട്. അത് പറയുവാൻ സമയം എടുക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. യേശു എന്ന ശിശുവിന് സ്തോത്രം മരിയയുടെ ശുദ്ധീകരണകാലം തികഞ്ഞ സമയത്ത് ആലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ മഹാപുരോഹിതന്മാരും അവിടുത്തെ പുരോഹിത വൃന്ദങ്ങളൊക്കെ സ്തോത്രം ആമേൻ ഈ ശിശുവിനെ കാണാതെ അവർ മാറിമറിഞ്ഞു പോയി. ധനാഠ്യർ തങ്ങളുടെ വലിയ ആഡംബര വസ്തുക്കളും വലിയ വലിയ രഥത്തിനും തേരിലും വലിയ വലിയ യാഗമൃഗങ്ങളുമായി കടന്നു വരുമ്പോൾ അവരെ സ്വീകരിക്കുവാനും അവരുടെ കാര്യങ്ങളും അവരുടെ ശുശ്രൂഷയുടെ ക്രിയകളും പൂർത്തീകരിക്കുവാനും അവർ വ്യത്യസ്തര ആയിരിക്കുമ്പോൾ ഈ കുഞ്ചു ശിശുവിനെയും മാറത്തടുക്കി പിടിച്ചുകൊണ്ട് സ്തോത്രം മറിയും ജോസഫും കടന്നു വന്നപ്പോൾ അവരെ അവഗണിച്ചു. അവരത് ശ്രദ്ധിച്ചില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആത്മനിയോഗത്താൽ ആലയത്തിൽ നാളുകളായി കാത്തിരിക്കുന്ന ഒരു നീതിമാനും വിശുദ്ധനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായ ശിമിയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഈ ശിശുവിനെ ചെന്ന് മറിയയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി കയ്യിൽ വെച്ച് ഉയർത്തിയിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇപ്പോൾ നാഥ, ഓ ഹല്ലേലൂയ, ഓ അഡോനായ്, കർത്താവേ, ഇപ്പോൾ കർത്താവേ, ഇപ്പോൾ നാഥ, നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണം. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന് പ്രതീക്ഷയായി, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി എത്രയെത്ര കണ്ണുകൾ ഈ കാഴ്ച കാണാൻ കൊതിച്ചിട്ടുണ്ട്. എനിക്കതുള്ള ഭാഗ്യം ലഭിച്ചല്ലോ. ഇപ്പോൾ ഞാൻ കൃതാർത്ഥനാകുന്നു. ഇപ്പോൾ നീ എന്നെ സമാധാനത്തോടെ വിട്ടേക്കാ എന്ന് പറഞ്ഞ് ശിശുവിനെ ആലയത്തിൽ ഉയർത്തി അവിടെ വെച്ച് യേശു എന്ന ശിശുവിന്റെ പ്രതിഷ്ഠ നടത്തി ശിമോന. തുടർന്ന ഭാഗം ഞാൻ ചിന്തിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ നമ്മൾ ബേത്ലഹേമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ ജനിച്ച 3 മഹാന്മാർ വേദപുസ്തകത്തിലെ മഹാന്മാരിൽ മഹാന്മാരാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠ മഹാൻ യേശുവാണ്. മറ്റൊന്ന് ദാവീദാണ്. ആദ്യമായി ബെന്യാമീന്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ മഹാന്മാർക്ക് ജന്മം കൊടുത്തത് ആ നാട്ടുകാരല്ല, അവിടെ ജനിച്ച് വളർന്നവരല്ല, അവിടുത്തെ പൗരൻ അവിടുത്തെ അന്തവാസികളുമല്ല. പിന്നെ ആരെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. അഭയാർത്ഥികളായി വന്നവരാ. നമ്മൾ ഈ രാജ്യത്ത് അഭയാർത്ഥികളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ചരിത്രം ഇനി മാറ്റിക്കുറിക്കേണ്ടത് എന്റെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്കുള്ളതാണ്. ദൈവം നമ്മെ ചുമ്മാതല്ല ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. ബേത്ലഹേമിലെ കാഴ്ചകളിലേക്ക് പോകാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ഇന്ന് ഈ ദൈവവചനം കേട്ട നിങ്ങളെല്ലാവരും ആമേൻ ഈ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സന്ധ്യ കഴിഞ്ഞ രാത്രി നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ പ്രിയ ജെയിംസ് പാസ്റ്റർക്കും കുടുംബത്തിനും തന്നോട് ചേർന്ന് ഈ യുദ്ധത്തിൻ്റെ വിജയത്തിനായി മോശയുടെ കൈ താങ്ങിപ്പിടിച്ച അഭിഷിക്ത വൃന്ദന്മാർ ഇതേപോലെ നിൽക്കുന്ന അല്പജനമാം സാധുക്കളാം ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് മുൻപേ ഈ രാത്രി ദൈവജനം ശുശ്രൂഷിച്ച കർത്താവിൽ അനുഗ്രഹീത ദൈവദാസൻ ഓജി ശമുൽ പാസ്റ്റർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഈ സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഞങ്ങളെപ്പോലെ തന്നെ ഈ രാജ്യം സന്ദർശിപ്പാൻ ഈ രാജ്യത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട അനുഗ്രഹീത കർത്തദാസി കേരളക്കരയിൽ ശക്തിയോടെ ഉപയോഗിക്കുന്ന
പ്രവാചക ശബ്ദമായി ദൈവം ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസി പ്രിയ ജൂലിയറ്റ് ഫ്രാൻസിസ്, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഈ രാത്രി സഹായിക്കട്ടെ എന്ന് സഹായിക്കേണ്ടതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് ഈ രാത്രി പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവർക്കും പ്രത്യേകം നന്ദി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദവാക്യം സെയിം അതുതന്നെ വായിച്ച് ഈ രാത്രിയിൽ ഞാൻ കർത്താവിൽ മഹത്വം കൊടുക്കുവാനും കർത്താവിൽ സന്തോഷിപ്പാനും ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവുണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. 6-ാമത്തെ വാക്യം, പൗലോസ് അവരുടെ മേൽ വച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി ഈ രാത്രി നമ്മുടെ തലകളെ വണക്കാം. ഒരുമിച്ച് എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ആളിൻ്റെ പെരുപ്പത്തിലല്ല, മനസ്സൊരുക്കമുള്ള ജനത്തിന് നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം. ഓശാലറമല ഹത്തുരജനഘടകഥന റമക്ഷസി പ്രവന അൽഖരാജനാധിക പ്രവനഘടകസി. യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ വചനത്താൽ ജയമെടുക്കുന്നു. ആത്മശക്തിയാൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇവിടെ കേട്ടതുപോലെ ബേത്ലഹേമിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. യഹൂദ സഹസ്രങ്ങളിൽ നീ എത്ര ചെറുതായാലും നിന്നെ മേയ്പ്പാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ഞങ്ങൾ എത്ര ചെറുതായാലും ഒരു നായകൻ ഞങ്ങളുടെ അകത്തുനിന്ന് പുറത്തിറങ്ങി വരുന്നത് ആത്മാക്കണ്ണിൽ കണ്ട് ഈ രാത്രി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ എത്ര ചെറുതായാലും ഞങ്ങളുടെ അകത്തുനിന്ന് ഈ വാഗ്ദത്ത പ്രകാരം ഞങ്ങൾ പ്രാപിച്ചത്, പരിശുദ്ധാത്മാവിന് ഞങ്ങൾ പ്രാപിച്ചത്, അഭിഷേകത്താൽ ഞങ്ങൾ പ്രാപിച്ചത്, അത് ഞങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ആ വെളിപ്പാടുകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആ വചനത്തിൻ്റെ കാലങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ്, ദിവസങ്ങൾ കഴിഞ്ഞ്, നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പ്രവചനത്തിൻ്റെ ശബ്ദം അതിൻ്റെ നിവൃത്തിയിലേക്ക് കൊണ്ടുവന്ന മഹാദൈവമേ, ഈ രാത്രിയും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതേ വചനം ഈ രാത്രി ഞങ്ങൾ വായിക്കുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ശക്തി കുറയാത്തതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതേ വചനത്തിന് മുമ്പിൽ ഈ രാത്രി ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെടും. യേശുവിൻ്റെ നാമത്തിലെ വചനത്തിൻ്റെ വാതിൽ തുറക്കണമേ. അധികാരമുള്ള ശക്തി ഈ രാത്രി ഇവിടെ മുഴങ്ങണമേ. സൗഖ്യമാക്കുന്ന അഭിഷേകം ഈ രാത്രി ഇവിടെ മുഴങ്ങണമേ. ഞങ്ങളുടെ വലിപ്പത്തിലല്ല കർത്താവേ, ഞങ്ങളുടെ എണ്ണത്തിലല്ല കർത്താവേ, ഞങ്ങളുടെ അന്തരംഗത്തെ തിരിച്ചറിഞ്ഞ് സൗഖ്യമാക്കുന്ന കരം ഈ രാത്രി ഇവിടെ ചലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം തുറക്കും. ക്രൂശിൽ മറയട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ ചോദ്യം അതാ. പ്രാപിച്ച പരിശുദ്ധാത്മാവ് എന്തിനാണ് പ്രാപിച്ചത്? കഴിഞ്ഞ ദിവസം ഞാൻ ആ വിഷയത്തെ ആസ്പദമാക്കി ആ ചിന്തകൾ നമ്മുടെ മുമ്പിൽ നിരത്തുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് അവസരം തന്നു. വ്യത്യസ്തമായ നിലയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് പോകുന്ന ഒരു വ്യത്യസ്ത സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ, അതിൻ്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു പാശ്ചാത്യ സംസ്കാരം ഇടകലർന്ന ജാതീയ ആത്മിക സംസ്കാരം സമ്മിശ്രമാക്കിയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ വന്നു നിൽക്കുന്നത്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിഖിതം ചെയ്തിരിക്കുന്ന നിയമസംഹിതകൾ ഉള്ളപ്പോഴും പുസ്തകം അനുശാസിക്കുന്ന നിയമങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യൻ്റെ മാത്രം ഇഷ്ടത്തിന് ചലിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളിലേക്ക് ഇളക്കി ഒരുങ്ങി വരുമ്പോൾ ഭൂമിയിലും സ്വർഗത്തിലും സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിൻ്റെ
നിത്യ നിയമം ഇന്നും സ്ഥിരമായും സ്ഥായിയായും ഉള്ളതിനാൽ ആ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് ഈ രാത്രിയും ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ എഫെസോസ് സഭയിൽ ഒരു സന്ദർശനം നടത്തുന്ന പൗലോസ് എഫെസോസിൽ വരുമ്പോൾ താൻ കണ്ട കാഴ്ച, അല്പജനം അവിടെ ഉണ്ട്, പക്ഷേ അവരാരും ആത്മാവിൻ്റെ നിയോഗം പ്രാപിച്ചവരോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചവരോ അല്ല എന്ന് പൗലോസിന് കണ്ട് മനസ്സിലാക്കുവാനിടയായി. ഞാൻ സാധാരണഗതിയിൽ കേരളക്കരയിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു സംവിധാനം അനുസരിച്ച് ചിന്തിച്ചാൽ ട്രാൻസ്ഫർ സംവിധാനം ഉള്ളതുകൊണ്ട് ദൈവദാസന്മാർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയമോ ട്രാൻസ്ഫർ വരുന്ന സമയവും ആകുമ്പോൾ ഞങ്ങളെ പോലുള്ള സാധുക്കളും ബലഹീനരുമായവർ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളിൽ ഒരെണ്ണം, പാസ്നേജ് അവിടെ ഉണ്ടോ? സ്തോത്രം. പ്രത്യേകിച്ച് ഞാനത് ചോദിക്കാറുണ്ട്. കാരണം വീട് സ്വന്തമായിട്ട് ഞങ്ങൾക്കില്ല, പ്രൈസ്തലോ, ഞങ്ങൾ ഒരുപാട് വീട്ടിൽ താമസിക്കുന്നവരാണ്. അപ്പം ഒരു പാസ്നേജ് ഞങ്ങൾക്ക് ആവശ്യമാണ്. മറ്റൊരർത്ഥത്തിൽ ഞങ്ങൾ ചോദിക്കും, അവിടെ അച്ഛാ വരുമാനം വല്ലതും ഉണ്ടോ, പിന്നെ അവിടെ എത്ര പേരുണ്ട്? ഇങ്ങനെയുള്ള സാധാരണ ജീവിതത്തോടും എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തോടുമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് ഇതൊന്നുമല്ല ചോദിച്ചത്. പൗലോസ് സഭയ്ക്കകത്ത് വന്ന് ചോദിച്ച ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ, ഇന്നത്തെ സമൂഹത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് രോഗസൗഖ്യം പ്രാപിച്ചോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് അത്ഭുതങ്ങൾ വല്ലതും കണ്ടോ? സ്തോത്രം. പക്ഷേ അന്ന് പൗലോസ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇതിനകത്തൂടെ നടക്കുന്ന എല്ലാ വിടുതലുകളും അർഹമായതല്ല, ആ സഭയ്ക്ക് കിട്ടുമെന്ന് നന്നായി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആ ചോദ്യം അവിടെ മുഴങ്ങുന്നത്. സ്തോത്രം. ഒരു സഭയുടെ എല്ലാ ആവശ്യങ്ങളും ഒരുമിച്ച് നടത്താൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ സകല വിഷയത്തിനും ഒരുപോലെ വിടുതൽ നൽകാൻ കഴിയുന്ന, ഒരു കുടുംബത്തിൻ്റെ സകല പ്രശ്നത്തിനും പരിഹാരം വരുത്താൻ കഴിയുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവവചനത്തിൽ സമർപ്പിക്കുകയും ദൈവശക്തിയിൽ കീഴ്പ്പെടുകയും ആത്മാവിൽ നിയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു ദൈവപൈതൽ യഥാർത്ഥമായ വചനത്തിൽ ശക്തി അവന്റെ ആവശ്യങ്ങളുടെ നിവർത്തിയിലേക്ക് അവൻ കയറപ്പെടുന്നത്. സ്തോത്രം. എന്റെ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി നിവർത്തിക്കാൻ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ കയറുന്ന പോലെ കയറി ഇറങ്ങി കാര്യം സാധിക്കാൻ ഉള്ള ഒരു ഇടമല്ല, പകരം ഒരുമിച്ച് പകൽ പ്രാപിക്കുന്ന വിടുതലായി ഈ പകൽ ഞാൻ സ്തോത്രം ചെയ്യുമ്പോൾ ഒറ്റ വാക്കിനകത്ത് നടക്കുന്ന ദൈവിക അത്ഭുതങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും കർത്താവിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. സ്തോത്രം. എഫെസോസ് പട്ടണത്തിൽ സഭ വളരാൻ അനുവദിക്കാത്ത ഒരു ബാഹ്യ ശക്തി അവിടെ ശക്തമായി വളർന്നു നിൽപ്പുണ്ട്. ആ വെല്ലുവിളിയുടെ നടുവിൽ ഒരു സഭയ്ക്കും വളരാൻ കഴിയാതെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ സഭ വളരണമെന്ന് സഭയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള അഭിഷക്ത ദൈവദാസൻ ഒരു തീരുമാനമെടുത്തു. തന്റെ ഉള്ളിൽ ഈ വാഞ്ചയുണ്ട്. താൻ സഭയോട് ആഹ്വാനം ചെയ്യുകയാണ്, ചോദിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചോ? അഭിഷേകം പ്രാപിച്ചിട്ടില്ല എന്നുള്ള ആ വസ്തുത അവരിൽ നിന്ന് ഗ്രഹിച്ച ദൈവദാസൻ അവരോട് ഒരു പൊരുൾ പറഞ്ഞു. നിങ്ങൾ പ്രാപിച്ച സ്നാനത്തിന്റെ ആ സമയം, സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ദൂത് നിങ്ങൾ ശ്രദ്ധിക്കണം. മാനസാന്തരം എന്നാണ് നിങ്ങളോട് ആലോചന പറഞ്ഞതെങ്കിൽ മാനസാന്തരപ്പെടുന്നവൻ സ്നാനപ്പെടണമെന്നാണ് ദൈവത്തിന്റെ നിയോഗമെങ്കിൽ സ്നാനപ്പെടുന്ന നിന്റെ വെള്ളത്തിൽ മാത്രമേ എനിക്ക് മുക്കാൻ കഴിയത്തുള്ളൂ. പുറകെ വരുന്ന മറ്റൊരുവനുണ്ട്, അവന്റെ നിയോഗമാണ് എന്റെ മേൽ കിടക്കുന്നത്. അവന് വേണ്ടി വഴിയൊരുക്കുകയാണ് എന്റെ പദ്ധതി. എന്നാൽ തീർന്നില്ല, അടുത്തൊരു പ്ലാന് ദൈവത്തിനുണ്ട്. നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തണം. സ്തോത്രം. അത് നിന്നെ മേൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നീ അത് പ്രാപിക്കണം. എല്ലാവരും ആ ദൂത് ഏറ്റെടുത്തില്ല.
എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. പക്ഷെ കേട്ടവരിൽ പലരും ആ ദൂതിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയും. യോഹന്നാൻ വ്യക്തിപരമായി ഒരാളെ മാത്രം വിളിച്ച്, ബഹുമാന്യനായ ഈ ന്യൂയോർക്കിൽ കർത്താവിനെ ആരാധിക്കുന്ന ഈ അമേരിക്കൻ ഐക്യനാടിൽ വളരെ അറിയപ്പെടുന്ന ഈ ദൈവദാസൻ ജോൺ തോമസ് പാസ്റ്ററെ വിളിച്ചു പാസ്റ്ററോട് മാത്രമായിട്ട് ഒരു വാക്കല്ല ദൈവത്തിന്റെ ആത്മാവ് ഈ പറഞ്ഞ ദൂത്. സ്തോത്രം. ഇത് മകൾ തന്നോട് വ്യക്തിപരമായി പറയുന്ന ആലോചനയുണ്ട്, തന്റെ കുടുംബത്തോട് പറയേണ്ട ആലോചനയുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും വ്യക്തിപരമായി പറയേണ്ട ആലോചനയുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിപരമായ ഈ ഭൂമിയിലെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ളതാണ്. എന്നാൽ സ്വർഗത്തിലേക്കെന്നും ആയിരിക്കേണ്ടത് സ്വർഗത്തിൽ നിന്ന് ഉള്ളതും ദൈവാതീതമായിരിക്കുന്നതും ദൈവത്തിന് പ്രയോജനമുള്ളതുമായ ഏക സത്യവിശ്വാസത്തിന്റെ ആ പൂർണ്ണ മാർഗത്തിൽ വിശ്വസ്തയോടെ പോകണമെങ്കിൽ, അതിന്റെ ആഴം ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ജീവിക്കണമെങ്കിൽ, അതിന്റെ പവിത്രതയിൽ ഒരാൾ പോകണമെങ്കിൽ, അതിന്റെ വിശുദ്ധിയിൽ ഒരാൾ നിൽക്കണമെങ്കിൽ, അതിന് കളങ്കം പറ്റാതെ ജീവിക്കണമെങ്കിൽ, അതിന്റെ നിർമ്മലതയിൽ ഒരാൾ പോകണമെങ്കിൽ, അതിന്റെ ശക്തിയിൽ തന്നെ ഇവിടെ വളരണമെങ്കിൽ അവനിൽ അധിവസിക്കേണ്ടതായ ഒന്നുണ്ട്. അത് മാനവകുലത്തിലുള്ള ഏതെങ്കിലും ഒന്നല്ല, ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് മാളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പാക്കറ്റിനകത്ത് പാക്കേജ് ചെയ്ത് വെക്കുന്ന ഈ സീസൺ അനുസരിച്ച് അത് മാറ്റി മാറ്റി വിൽക്കുന്ന, വില കുറച്ച് കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. പകരം ഇന്ന് പകൽ നീ അറിയണം, എനിക്ക് നിന്നെ നിസ്സാരമായി ഈ വെള്ളത്തിൽ മുക്കാൻ എനിക്ക് കഴിയും. നീ എന്ന് മനസ്സ് വെച്ചിറങ്ങി വന്നാൽ, അല്പസമയം നീ എന്റെ കൈ കീഴിൽ ഒന്ന് സമർപ്പിച്ചു തന്നാൽ, എന്റെ മുമ്പിൽ നീ കൈ ഒപ്പി നിന്നാൽ എനിക്ക് നിന്നെ മുക്കാൻ കഴിയും. അവിടത്തോളം എനിക്ക് കഴിയും. പക്ഷെ എന്റെ പുറകെ വരുന്ന ഒരുവനുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനുള്ളവനല്ല, എനിക്ക് യോഗ്യതയില്ല. എന്റെ മേലുള്ള നിയോഗം അവന് വഴിയൊരുക്കുക എന്നുള്ളതാ. എന്നാൽ ഈ രാത്രി എന്നെ തിരിച്ചറിയേണ്ട ദൈവവൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിനായി ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതേ ദൈവമാ പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ പറയുന്നു, എനിക്കൊരു നിയോഗമുണ്ട്, ഞാൻ നിന്നെ വെള്ളത്തിൽ മുക്കുന്നു. പക്ഷേ ഒരു നിയോഗം ഞാൻ ഉറപ്പിച്ച് ദൂത് പറയാം. എന്റെ പുറകെ ഞാൻ ഒരു പ്രവചനം പറയുകയാണ്. എന്റെ പുറകെ ഒരാൾ വരുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ സ്തോത്രം, അവൻ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവൻ നിന്നെ തീ കൊണ്ട്, സ്തോത്രം, മറ്റൊന്ന് പരിശുദ്ധാത്മാവ് കൊണ്ട് നിന്നെ സ്നാനപ്പെടുത്താൻ പോവാ. രാത്രി അറിയണം, പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്താൻ നിയോഗമുള്ള ഒരുവൻ പുറകെ വരുന്നെന്ന് അറിഞ്ഞിട്ട്, ഒന്നാമത്തെ ഘടകം മനുഷ്യന്റെ ശബ്ദം കേട്ട് വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് മാനസാന്തരപ്പെടണം. സർപ്പസന്തതി എന്നുള്ള മഹാശബ്ദത്തിന്റെ ഗംഭീര ധ്വനിയുടെ മുമ്പിൽ മാനുഷിക ശബ്ദം ദൈവാത്മാവിൽ കലർന്ന് ദൈവത്തിന്റെ നിയോഗത്താൽ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞ വാക്ക്, താൻ ഒന്നാമത്തെ പ്രഥമ നടപടി കേട്ട, ഒന്നാമത്തെ വാക്ക് കേട്ട് അതിന്റെ പ്രാരംഭ നടപടി എന്നവണ്ണം ഹൃദയത്തിനുണ്ടായ മാറ്റത്തിന്റെ മാനസാന്തരത്തിന്റെ അനന്തര പ്രക്രിയയിൽ ഒന്നാമത്തെ പ്രാരംഭ നടപടിയിലേക്ക് ക്രിസ്തുവിനോട് ചേരുവാൻ അവൻ ഇറങ്ങി വന്ന് സ്നാനപ്പെട്ടു നിന്ന് കരയ്ക്ക് കയറിയ സഭയോട് പറയുന്നു, കുഞ്ഞെ, പുറകിൽ ഒരു ദൂതൂടുണ്ട്, അത് നിന്നെ ശുദ്ധീകരിക്കുന്ന അഗ്നിയുടെ അഭിഷേകമാണ്. മറ്റൊരു ദൂതുണ്ട്, നിന്നെയും അനുഭവപ്രയാണത്തിൽ ജയത്തോടെ നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. ഈ കുഞ്ഞെ, നിന്റെ പുറമേയുള്ള നിന്റെ ഹൃദയത്തിന്റെ ആന്തരികമായ മാനസാന്തരം വന്നെന്ന് ഭാഗ്യമായി തെളിയിച്ച് നീ വെള്ളത്തിൽ ജലശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല, പകരം ഇന്ന് പകൽ മാനസാന്തരപ്പെട്ട നിന്നെ, ഈ ചത്ത നിന്നെ കുഴിച്ചിട്ടിട്ട് നീ ക്രിസ്തുവിനെ ധരിച്ച് ഉയർത്തെഴുന്നേറ്റ് നീക്കുമ്പോൾ നിനക്കൊരു ജീവിത വിശുദ്ധി വെളിപ്പെടണം. നീ ഒരു അഗ്നികുണ്ഡമായി ഇവിടെ നിലനിൽക്കണം. നീ ഒരു അഗ്നി യോസേഫ് ജ്വാലയായോ അവൻ വെളിപ്പെടുമ്പോൾ മാത്രമേ അവന്റെ അവകാശങ്ങളിലേക്ക് അവന് മടങ്ങി വരാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ഒരു അവകാശം ദൈവജനത്തിനുണ്ട്. അതിവിടെ വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ജനം അഗ്നിയായി വെളിപ്പെടണം. സ്തോത്രം. എപ്പോഴാണോ ദൈവജനം ആഴിയുടെ ആ വലിപ്പം കൂട്ടാൻ തുടങ്ങുന്നത്, അപ്പോൾ ദൈവത്തിന് സാന്നിധ്യം ഇറങ്ങുവാനിടയായിത്തീരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാനിടയായിത്തീരുന്നു, എന്തിനാ ദൈവമക്കൾക്ക് ശോധന വരുന്നത്, എന്തിനാ ദൈവമക്കൾക്ക് കഷ്ടത വരുന്നത്? ഒരർത്ഥത്തിൽ സ്തോത്രം, അതിനുമേൽ ദൈവത്തിന് പദ്ധതി ഉള്ളതോർത്ത്
ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. വെറുതെ അല്ല കുഞ്ഞെ നിന്നെ ദൈവം ഇന്ന് രാത്രി ശോധന ചെയ്യുന്നത്. സ്തോത്രം. അങ്ങ് അകലങ്ങളിൽ ഒരുപക്ഷെ വിവിധ സമയങ്ങളിൽ ഈ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം അറിയാം. കാലങ്ങൾ ചിലത് കഴിഞ്ഞാലും സ്തോത്രം ഞങ്ങളൊക്കെ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ലോകം ഈ എന്റെ കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ, ലോകത്തിൽ മാനവകുലമുണ്ടെങ്കിൽ ഈ ശബ്ദം ഇങ്ങനെ സ്തോത്രം ലോകത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഇന്ന് രാത്രി തിരിച്ചറിയണം. എന്നെ നിന്നെ വിടുവിക്കുവാൻ മാനവകുലത്തിന്റെ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ച ശ്രീ യേശു ക്രിസ്തുവിന്റെ മഹത്വ അവതാരം. സ്തോത്രം. ഈ മനുഷ്യനായി വെളിപ്പെട്ടവനെ, ജഡത്തിൽ വന്നവനെ ഞാനും നിങ്ങളോ വിശ്വാസത്താൽ ഏറ്റെടുത്ത് അവന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായി നിൽക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടവൻ, മാനസാന്തരപ്പെട്ടവൻ, സ്നാനപ്പെട്ട് ജീവിക്കുക മാത്രമല്ല, അടുത്ത ഘട്ടത്തിലേക്ക് അവൻ കയറെങ്കിൽ മാത്രമേ അവന്റെ ജീവിതത്തിൽ ആകമാനമുള്ള ഒരു മാറ്റം വെളിപ്പെടുകയുള്ളൂ. സ്തോത്രം. നീ തീ കൊണ്ട് ഇന്ന് രാത്രി അഭിഷേകം ചെയ്യപ്പെട്ടവനാകണം. നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാകണം. സ്തോത്രം. ഈ രണ്ട് അഭിഷേകത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളത് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ ആ വാക്യം ചോദിക്കുന്നത്. നിങ്ങളത് കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് കാലങ്ങൾ ശേഷം ബഹുമാന്യനായ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ കൃപയാൽ ഈ വിശ്വാസ മാർഗത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു. ഈ ആദരനായ ദൈവദാസന്റെ വിയോഗാനന്തരം ശുശ്രൂഷകളുടെ ശക്തമായ പട നീക്കം, നായകസ്ഥാനം ഏറ്റെടുത്ത് കാൽവറിയുടെ കുലമരം വരെ തല കുനിക്കാതെ, തോൽറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ സകല പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും പുരോഹിത വർഗത്തിന് മുമ്പിൽ എന്റെ പ്രസംഗ ഭാഷയിൽ നെഞ്ചു വിടർത്തി നിന്ന്, നെറ്റി ചുളയാതെ, മുഖം താഴാതെ, ലജ്ജ ഏറ്റെടുക്കാതെ വന്ന ആരോപണങ്ങളെ അതുപോലെ ഒരു കല്ലിനോട് കാറ്റ് പിടിക്കുന്നത് പോലെ ആരോപണങ്ങളുടെ മുമ്പിൽ ഇളകി പോകാതെ, പതറിപ്പോകാതെ ജൈത്രയാത്ര നടത്തി വിജയം കൈവരിച്ച ശ്രീയേശു. സ്തോത്രം. തന്റെ ശുശ്രൂഷ കാലത്തും എനിക്കൊന്നും അനുഗമിക്കാൻ കഴിഞ്ഞില്ല. കാലങ്ങൾ കഴിഞ്ഞു. കാത്തിരുന്ന് ശക്തി പ്രാപിക്കേണ്ട സഭയുടെ അന്നത്തെ പ്രാരംഭമായ പ്രാഥമികമായ ആരംഭമായ ആ പരിശുദ്ധാത്മാവിന്റെ ആഗമ സംഗമത്തിൽ എനിക്കൊന്നും അംഗമാകാൻ കഴിഞ്ഞില്ല. കാലങ്ങൾ കഴിഞ്ഞു. സ്തോത്രം. ഈ സഭയെ ഏതുവിധേനയും മുടിച്ചു കളയേണ്ടുവാൻ സകലവിധ അധികാരങ്ങളുമായി പുറപ്പെട്ട എന്നെ ദമസ്കോസിൽ വെച്ച് നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന സൂര്യപ്രഭ എന്റെ മേൽ തൊട്ട് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പടനീക്കത്തിൽ എന്റെ കുതിരമേൽ നിന്ന് എന്നെ വലിച്ചു താഴെയിട്ട് എന്നെ ഒരു മനുഷ്യനാക്കി വേർതിരിച്ച് അന്നെന്റെ മേൽ വെച്ച അഭിഷേകം, അനന്യാസിന്റെ കൈവപ്പിരാൻ പ്രാർത്ഥനയോ, എന്റെ കണ്ണ് മൂടിക്കിടന്ന മൂടൽ മണ്ണുകൾ അതിൽ നിന്ന് അഴിഞ്ഞു മാറി ഒരു ചെതുമ്പലറ്റ് പോകുന്നത് പോലെ പോയി ദൈവിക വെളിപ്പാടിനാൽ ഈ വചനത്തിലേക്ക് വന്ന ഞാൻ അറേബ്യ മരുഭൂമിയിൽ പോയി ഞാൻ പ്രാപിച്ചെടുത്ത അഭിഷേകം. ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു. അവൻ ആത്മാവിലോ ശരീരത്തിലോ എന്ന് ഞാൻ അറിയുന്നില്ല. അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ വെളിപ്പാടിനകത്ത് നിന്നുകൊണ്ട് ആ സഭയെ കുറിച്ചുള്ള മർമ്മം വെളിപ്പെടുത്തി വന്ന ഞാൻ പ്രാപിച്ച അഭിഷേകത്താൽ ഇന്ന് പകൽ എനിക്ക് പറയാൻ കഴിയും, നീ അഭിഷേകം പ്രാപിച്ചതാണോ? ഖേദത്തോടെ, ദീനരംബരത്തോടെ, വേദനയോടെ ഈ ദൈവദാസന്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ പതറിപ്പോയ ജനം പറഞ്ഞു, ഞങ്ങളത് കേട്ടിട്ടില്ല. സ്തോത്രം. അവർ ഒറ്റ കാര്യം പറഞ്ഞു, ഞങ്ങൾക്കിതൊന്ന് പ്രാപിക്കണം. അവരുടെ വാഞ്ചയാണ്. സ്തോത്രം. അവിടെ അങ്ങനെ വേണമെന്ന് ഒരു വാക്ക് അവർ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറയുമ്പോൾ സ്തോത്രം, അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, നിങ്ങൾ ഈ വചനം കേട്ടിട്ടില്ലയോ? ഈ വചനം കേട്ടപ്പോൾ വീണ്ടും ആത്മാവിൽ പറഞ്ഞ വചനം. സ്തോത്രം. യോഹന്നാൻ പറഞ്ഞ വചനത്തെ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരാത്മഭാരത്തോടെ വന്നപ്പോൾ അതിന്റെ മുമ്പിൽ സമർപ്പിച്ച ദൈവജനം. സ്തോത്രം. അവരുടെ വലിപ്പം നോക്കാതെ 120 പേർ കൂടിയിരുന്ന സംഘത്തിൽ ഇറങ്ങി വന്ന അതേ ആത്മാവ് ഇതാ ഇന്ന് പകൽ ഇവിടെ നോക്കൂ. ഈ രാത്രി ശ്രദ്ധിക്ക്. ഈ 12 പേരുടെ നടുവിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നി. അന്ന് കൂടിയ 120 പേരുടെ
മേലും ഒരുപോലെ ഇറങ്ങി ഇന്ന് കൂടിയിരിക്കുന്ന ഈ 12 പേരുടെ മേലും ഒരുപോലെ ഇറങ്ങുകയാണ്. ഒരു കാര്യം ഇന്ന് രാത്രി അറിയണം, ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് പക്ഷാഭേദമില്ല. ഒരാളെ മാത്രമായിട്ടല്ല ദൈവം നിയോഗിക്കുന്നത്. വാഞ്ചിക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ ഇറങ്ങി വരുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ട്. അത് പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി എന്നെ നിങ്ങളെയും അഭിഷേകത്തിൽ ശക്തിയാ ഈ രാത്രി പുറത്തിറക്കുന്ന ഒരു ദൈവമുണ്ട്. ആത്മശക്തി ഇന്ന് രാത്രി നമ്മളിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ദേശം അറിയുവാനിടയാകും. സ്തോത്രം. ഇതിനെക്കുറിച്ച് കേട്ട പ്രിയപ്പെട്ടവർ ഇത് പ്രാപിക്കാൻ വാഞ്ചിച്ചപ്പോൾ അവർ ഒരുമനപ്പെട്ടത് കൊണ്ടാണ്. സ്തോത്രം. എപ്പോൾ ജനം ഒരുമിച്ച് നിൽക്കുമോ, എപ്പോൾ ആഗ്രഹവും കൊതിയും ജനത്തിന് ഉള്ളിലുണ്ടാകുമോ, അപ്പോൾ ഇതുവരെ നടന്നിട്ടില്ലാത്തത്, ഒരിക്കൽ കേട്ടത് നിനക്ക് മറഞ്ഞു പോയെങ്കിൽ, നിന്റെ ഓർമ്മയിൽ പോലും ഇല്ലെങ്കിൽ പോട്ടെ, നിനക്ക് കേൾക്കാൻ കഴിയാതെ ആ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് നിന്റെ അശ്രദ്ധനാക്കി ഒരുപക്ഷെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു വിഷയം ഈ രാത്രി വിശ്വാസത്താൽ ഒന്നും കൂടെ ഏറ്റെടുക്കാൻ, നിന്റെ പഴക്കം വിട്ട്, തരക്കം വിട്ട്, ഇരുത്തം വിട്ട്, നിന്റെ സാഹചര്യം വിട്ട്, നിന്റെ പരിശീലനം വിട്ട്, കേട്ടതെല്ലാം മറന്ന് ഇന്ന് രാത്രി ഈ ഒരു സംവിധാനം ഇതിന്റെ ശക്തി എന്താണെന്ന് അനുഭവിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഈ രാത്രി പഴക്കത്തിലല്ല, തഴക്കത്തിലല്ല വിശ്വസിക്കുന്ന നിന്റെ മേലിറങ്ങുന്നു പരിശുദ്ധയാത്മാവ്. അത് ഈ പട്ടണത്തിൽ നിന്നെ പണിത് പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പഴക്കത്തിന്റെയും തഴക്കത്തിന്റെയും നടുവിൽ, പാരമ്പര്യങ്ങളുടെ വെല്ലുവിളികളുടെ നടുവിൽ അഭിഷേകത്തിൽ ശക്തിക്ക് വേണ്ടി കൊതിക്കുന്ന ഒരുപറ്റ ദൈവമക്കൾ ഇന്ന് രാത്രി എന്റെ മുമ്പിൽ നിലവിളിക്കുന്ന ആത്മകണ്ണിൽ ഈ രാത്രി ഞാൻ കണ്ടുകൊണ്ട് സ്വന്തം ചെയ്തു ഒരുമിച്ച് ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പരിശുദ്ധമായ ശക്തി, ഓ ശക്തിയുടെ വെളിപ്പെടുന്നുണ്ട്. ഓ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി അത് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ, അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ ഇന്ന് രാത്രി കഴിയുമെങ്കിൽ, ഈ മൺകൂടാരം ഇന്ന് രാത്രി സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ, അല്പസമയം ഒരുമിച്ച് കരങ്ങൾ അടിച്ച് ഓ ശക്തിയോടെ ആരാധിച്ചാട്ടെ. പോരാ പോരാ പ്രിയരെ, ഈ വചനത്തിന് മുമ്പിൽ ഈ ആരാധന ദൈവത്തിന് പോരാ. ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിയേറിയ ആരാധന ദൈവം ഇന്ന് രാത്രി പ്രതീക്ഷിക്കുന്നത്. ആ ആരാധന ഈ പട്ടണത്തെ ഇളക്കണം, ആരാധനയുടെ മഹത്വം ഈ ദേശത്തുകൂടെ വെളിപ്പെടണം, ജീവിതങ്ങളെ ഇളക്കി മറിക്കാൻ കഴിയണം, ആയിരങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകണം. ഉടമന ഹർദരാജകൾ കവന ഘടകഥന ത്രിവന രഗതന വൈശപ്രവന ഉടാമന ശബ്ദ രാജ അർത്ഥ രാജ വൈഡാമന ഓ റിഖാമന ഹജരാജന ഘടകഥന വായുകൾ തുറന്ന് ശക്തിയോടെ വാ തുറന്ന് അഭിഷേകം പ്രാപിച്ച വായ തുറന്നു അല്പശക്തിയോടെ അന്യഭാഷയിൽ വായുകൾ തുറന്ന് ഒരുമിച്ച് ചലിപ്പിച്ചാണ് ഇന്ന് രാത്രിയുള്ള ദൈവശക്തി. ഓ നമുക്ക് പുറപ്പെടട്ടെ. ഈ ശക്തിയുടെ വെളിപ്പെട്ടാലേ സഭയ്ക്ക് ഇവിടെ വേര് പിടിക്കാൻ കഴിയൂ. സഭയ്ക്ക് ഇവിടെ വളരണമെങ്കിൽ സ്വർഗത്തിന്റെ ശക്തി, തനതായ ശക്തി ഈ മണ്ണിൽ ഇറങ്ങി വരണം. സ്തോത്രം. പ്രസംഗിക്കപ്പെടാഞ്ഞിട്ടോ ജനം വരാഞ്ഞിട്ടോ അല്ല, വന്നതിനെ ഒതുക്കി അടുത്തോരണം വരാൻ അനുവദിക്കാതെ ഉള്ളതിനെ മോരടിപ്പിച്ച് കളയുന്ന ഈ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി സഭയ്ക്കകത്തുനിന്ന് ഇറങ്ങി മാറി ആയിരക്കണക്കിന് ജനം കൂത്തൊഴുക്കി സഭയ്ക്കകത്ത് കയറണമെങ്കിൽ ആത്മശക്തി സഭയ്ക്കകത്ത് വ്യാപരിക്കണം, ദൈവശക്തി സഭയ്ക്കകത്ത് വെളിപ്പെടണം. ഇന്നിന്റെ കാലഘട്ടം ശോധനമായ അവസ്ഥകൾ ഈ രാത്രി മുതൽ അഴിഞ്ഞു തുടങ്ങണം. വിശ്വാസക്കണ്ണിൽ ആരാധിച്ച് അതിന്റെ വിടുതൽ ഏറ്റെടുക്കാൻ കഴിയട്ടെ. നിന്റെ മണ്ഡലങ്ങൾ മാറുകയാണ്, നിന്റെ ശിശുലകൾ മാറുകയാണ്, നിന്റെ ശൈലികൾ മാറുകയാണ്, നിന്റെ രീതികൾ മാറുകയാണ്. എന്റെ മുൻപിലേക്ക് അഭിഷക്തന്മാരെ, ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ശുശ്രൂഷയുടെ ലെവല് മാറും. സ്തോത്രം. നമ്മുടെ ശൈലി മാറും. നിന്റെ വാക്കുകളിൽ നിന്ന് ശക്തി പുറപ്പെടും. നിന്റെ നോട്ടത്തിൽ ദൈവശക്തി വ്യാപരിക്കും. നിന്റെ മുമ്പിൽ രോഗികൾ സൗഖ്യമാകും. നിന്നിൽ നിന്ന് ഇന്ന് രാത്രി ചില വീര്യപ്രവൃത്തി നടക്കും. അത് നിന്റെ മഹത്വത്തിനല്ല, അത് നിന്റെ പുകഴ്ചയ്ക്കല്ല, അത് നിന്റെ കാര്യം സാധിക്കല്ല. പകരം ദൈവത്തിന്റെ പ്രവൃത്തി ഈ പട്ടണത്തിൽ ഉറപ്പിക്കേണ്ടതിന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ അവസാനിച്ചിട്ടില്ല.
പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇന്നും ഈ സഭയിൽ നടക്കുന്നുണ്ട്. ആരെല്ലാം അത്ഭുതം തീർന്നെന്ന് പറഞ്ഞാലും ഈ വചനം വിരുദ്ധമാണ്. ഈ വചനത്തിന് വിരുദ്ധമായ ഈ ഉപദേശത്തെ ഞാൻ ഇതിനകത്ത് ഖണ്ഡിക്കുകയാണ്. സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും വേണ്ടെന്ന് ആരാ പറഞ്ഞേ? യേശുവിനേക്കാൾ വലിയവൻ ലോകത്തിലില്ല. സ്തോത്രം. ശക്തമായ ലേഖനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതിയ ദൈവത്തിന്റെ ദാസനായ പൗലോസേ, ഞാൻ ആ ദൈവ മനുഷ്യനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുമായിരുന്നു. സ്തോത്രം. അദ്ദേഹത്തിന് എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വിടുകയില്ല. എന്റെ എല്ലാ സാഹചര്യങ്ങളും ഞാൻ മറന്ന് ആ ദൈവ മനുഷ്യനോട് കൂടെ മണിക്കൂറുകൾ ഞാൻ ഇരിക്കും. പക്ഷേ യേശു കർത്താവ് ഇവിടെ വന്നാൽ വിത്തിൻ സെക്കൻഡിൽ ഞാൻ പൗലോസിനെ വിട്ട് ഞാൻ യേശുവിന്റെ അടുക്കൽ ചേർന്നിരിക്കും. ലോകത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മൂല്യം ശ്രീ യേശു ആകയാൽ അവിടെ നിന്ന് ഞാൻ പിന്നെ എഴുന്നേൽക്കുകയില്ല. സ്തോത്രം. അതിനേക്കാൾ വലിയവൻ അതിന്റെ യേശു ഇന്ന് രാത്രി ഇവിടെ വന്ന് ഒരു സാധാരണക്കാരനെ പോലെ എന്റെ മുമ്പിൽ വന്നിരുന്നാൽ യേശുവാണെന്ന് എനിക്ക് ബോധ്യമായി ഞാൻ യേശുവിന്റെ അടുക്കൽ ഇരുന്നാൽ ഈ ലോകത്തിന്റെ ഔദ്യോഗിക ശൃംഗത്തിൽ ഇരുന്ന് വാഴ്ച നടത്തുന്ന സകല ഭരണാധികാരികളോ ലോകൈകമായ എല്ലാ ശക്തന്മാരും ഒരുമിച്ച് കൂടി ഒരു സുന്നതദോസിന് വേണ്ട ഇന്ന് രാത്രി ലോകരാഷ്ട്ര തലവന്മാർ ഒരുമിച്ച് കൂടി ഒരു വലിയ നന്മ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം മുകളിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു പുതിയ സംവിധാനം തരാം, നിനക്കൊരു സിംഹാസനം തരാമെന്ന് പറഞ്ഞാൽ യേശുവിന്റെ അടുക്കൽ നിന്നോ അവന്റെ പാദപീഠത്തിൽ നിന്നോ ഞാൻ അഴിഞ്ഞു മാറുകയില്ല. എനിക്ക് ലോകത്തിൽ മറ്റെന്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഇന്നും വേണ്ടതോ എന്റെ യേശുവിന്റെ സാന്നിധ്യമാണെങ്കിൽ ഒരു കാര്യം ഇന്ന് രാത്രി അറിയണോ, യേശുവിനോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി അറിയണോ. നിങ്ങൾ വ്യാപരിക്കുന്ന സംഗതി, നിന്റെ മേൽ പകർന്ന അഭിഷേകം, നിന്റെ മേലുള്ള ദൈവകൃപ, നിന്റെ മേൽ ഇന്ന് രാത്രി പകർന്ന ദൈവിക വെളിപ്പാടുകൾ, അത് നിനക്ക് വേണ്ടി മാത്രമല്ല ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം പകർന്നാണെങ്കിൽ ഇന്നും ദൈവം സൗഖ്യമാക്കോ. ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റെ സ്നാനം, പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഞാൻ ആ ഭാഗം പറഞ്ഞു പോയതാ ഇതിനു മുൻപേ. ആത്മാവിന്റെ നിറവ് ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. രാത്രി ഞാൻ ആ ഭാഗത്തേക്കൊന്നും വിശദീകരണം പോകുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞ് വേഗത്തിലിരിക്കാം. യേശുവിനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും സ്തോത്രം ആത്മാവിനാലും അഭിഷേകം ചെയ്തു. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവരോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിശാച് ബാധിച്ചവരെ അവൻ സൗഖ്യമാക്കി. സ്തോത്രം. എന്റെ യേശു അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വിവിധ വീര്യപ്രവർത്തികളാൽ തന്റെ വചനത്തെ അവൻ ഉറപ്പിച്ച് ഈ പട്ടണത്തിൽ പ്രസംഗിച്ചതിന്റെ സത്യം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്നും എന്റെ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. സ്തോത്രം. അങ്ങനെ വിശ്വസിച്ച് വരുന്ന സഭയ്ക്ക് ജീവിക്കാൻ ഒരു ഉപദേശം തന്നിട്ടുണ്ട്. അത് ഈ വേദപുസ്തകത്തിനകത്ത് ലേഖനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട് വേണം, വാഹനം വേണം, വസ്ത്രം വേണം, ഭക്ഷണം വേണം, ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ ക്രമീകരണവും ഒരു മനുഷ്യന് ആവശ്യമാണെങ്കിൽ ഉപദേശം വേണം കുഞ്ഞെ. പ്രാർത്ഥനയും ആരാധനയും വേണം കുഞ്ഞെ. അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ മുമ്പിൽ നടക്കണം കുഞ്ഞെ. ഇന്ന് രാത്രി അത്ഭുതം വേണ്ടെന്ന് ഇവിടെ ആരാ പറഞ്ഞത്? ഇവിടെ അത്ഭുതം ഇല്ലെന്ന് ആരാ പറഞ്ഞത്? സ്തോത്രം. ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു അവതരണം നടത്തിയിട്ടുണ്ടെങ്കിൽ വേദപുസ്തകത്തിന്റെ വ്യക്തമായ അവ്യക്തതയാണ്. സ്തോത്രം. വേദപുസ്തകത്തിൽ അത്ഭുതം തീർന്നെന്ന് ആരോടാ പറയുന്നേ? യേശു കർത്താവിന്റെ വരവ് ഈ ഭൂമിയിൽ എന്ന് സ്ഥാപിതമാകുമോ? സ്തോത്രം. എന്നിവിടെ രണ്ടാം വരവിടെ നടക്കുമോ? എന്ന് ഈ സഭ പുനരുത്ഥാനം ചെയ്യുമോ? അന്ന് വരെ മാനവകുലം ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം എന്റെ യേശു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കും.
സ്തോത്രം. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം നിന്റെ ഉദ്ദേശമാകരുതെന്നേ ഇന്ന് രാത്രി എനിക്ക് പ്രസംഗിക്കാറുള്ളൂ. നീ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം ചലിക്കുന്നവനാകരുത്. ലോകത്തിലെ ഏറ്റവും വലിയ മഹാ അത്ഭുതം എന്ന് ഇന്ന് രാത്രി എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത് എൻ്റെ മാനസാന്തരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഓരോരുത്തർക്കും പറയാൻ കഴിയുന്നത് നമ്മളെ മനുഷ്യനാക്കി തീർത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കുഞ്ഞെ, മനുഷ്യത്വം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത സമൂഹത്തിൽ സഹജീവികളോട് സഹജീവിക്കാൻ കഴിയാത്ത ഒരു കമ്പാഷൻ മൈൻഡ് ഇല്ലാത്ത ഈ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ, മ്ലേച്ഛതയുടെ അരാജകത്വം വാഴുന്ന ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെ ഒരു മനുഷ്യനാക്കി തീർത്ത ദൈവ സ്നേഹത്തെ ഇന്ന് രാത്രി ഓർത്താൽ എനിക്ക് നിങ്ങൾക്ക് ആരാധിപ്പാൻ ഒത്തിരി വകയുണ്ട്. ഇവിടെ ശക്തി പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും യേശുവിനെ ദൈവാഭിഷേകം ചെയ്തു. ആവശ്യമുണ്ടോ? യേശുവിനേക്കാൾ വലിയവൻ ഇവിടെ ആരാ ഉള്ളേ? എൻ്റെ മാന്യ ശ്രോതാക്കളായ ദൈവമക്കളോട് ഞാൻ ബഹുമാനം നിലനിർത്തി ചോദിക്കുന്നു, യേശുവിനേക്കാൾ വലിയവൻ ഉലകത്തിൽ ഒരാളെ നിങ്ങൾ കാണിച്ചു തന്നാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. സ്തോത്രം. ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയും, നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുവിനേക്കാൾ വലിയൊരാളെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യേശുവിൻ്റെ വാക്കിന് മുമ്പിൽ നിങ്ങൾ പൂർണ്ണമായി നിങ്ങളെ സമർപ്പിക്കണം. സ്തോത്രം. ഒന്നിൽ നിങ്ങൾ പറയുന്ന, ഞാൻ ഈ പറഞ്ഞ വ്യക്തി യേശുവിനേക്കാൾ വലിയൊരാളെ നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങളുടെ കൂടെ ഞാൻ ചേരാം. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ നിങ്ങൾ ഇന്ന് രാത്രി പൂർണ്ണമായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും അവനിൽ വ്യാപക ശക്തിയെയും നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യണം. സ്തോത്രം. ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, ഏതെങ്കിലും മഹാന്മാരുടെ ജീവചരിത്രം വായിക്കുന്നത് തെറ്റാണെന്നല്ല, അത് വായിച്ചു, കാര്യങ്ങൾ അറിഞ്ഞു, അതിനുവേണ്ടി സ്തോത്രം അതിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾ മനസ്സിലാക്കി നമ്മുടെ തലയിലോ നമ്മുടെ ബുദ്ധിയിലോ സ്തോത്രം അതൊക്കെ സംഗ്രഹിച്ച് വെക്കുന്നത് നല്ലതാ, അറിവുള്ളത് നല്ലതാ, അതൊന്നും തെറ്റല്ല. സ്തോത്രം. എന്നാൽ ഏറ്റവും നല്ലൊരു പുസ്തകം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ലോകം കണ്ട ഏറ്റവും നല്ലൊരു മഹാനെ കുറിച്ച്, സ്തോത്രം, നാം എല്ലാം ഭാരതീയരാണല്ലോ, നാം ജനിച്ച മണ്ണിനെ കുറിച്ചും നമ്മൾ ജനിച്ചു വളർന്ന രാജ്യത്തെ കുറിച്ചും നമുക്ക് ഇന്നും ഒരു അഭിമാനമുണ്ട്. നമ്മുടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പാശ്ചാത്യ സംസ്കാരങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും നമ്മെ മോചിക്കാൻ ഒരു വിമോചന സമരം പ്രഖ്യാപിച്ച ശക്തരായ ഒരു നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവ് ബഹുമാന്യനായ മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം നമുക്ക് സുലഭമായി അവിടെ ലഭിക്കും. എന്തുകൊണ്ട്? സ്തോത്രം. 1, 2, 3 ആവർത്തി വായിച്ച ശേഷം അത് ലൈബ്രറി സൂക്ഷിക്കല്ലാതെ ദിവസവും അത് വായിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ഇന്നത്തെ സഭകളിലോ സമുദായങ്ങളിലോ സ്തോത്രം ആ പുസ്തകങ്ങൾ വായിക്കുന്നില്ല? ബുദ്ധമതക്കാരൻ ബുദ്ധമതത്തിന്റെയും ജൈനമതക്കാരൻ ജൈനമതത്തിന്റെയും സിഖ് മതക്കാരൻ സിഖ് മതത്തിന്റെയും ഹിന്ദു മതക്കാരൻ ഹിന്ദു ആചാരപ്രകാരമുള്ള സ്തോത്രം വേദസുത്തങ്ങൾ, ക്രൈസ്തവ മതക്കാരൻ ക്രൈസ്തവത്തിന്റെയും ഇസ്ലാം മതക്കാരൻ ഇസ്ലാം മതത്തിന്റെയും ഖുർആനുകൾ, സ്തോത്രം, അതെല്ലാം അതതിന് നിലകളിൽ അവരവരുടെ മതഗ്രന്ഥങ്ങളായി വേർതിരിച്ച് അത് മാത്രം ആവർത്തിച്ച് വായിക്കുന്നു. എന്തുകൊണ്ട് എന്റെ മാന്യ പ്രിയരെ, നിങ്ങൾ എന്തുകൊണ്ട് അത് മാറ്റിവെച്ച ഇത് നിങ്ങൾ പോകുന്നില്ല? സ്തോത്രം. അതിനെല്ലാം ഒരു പരിധിയുണ്ട്. പക്ഷേ ഓരോ മനുഷ്യനും വിശ്വസിക്കുന്ന വിശ്വാസത്തിനകത്താണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആയിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, സകല മതത്തിന്റെയും മുകളിൽ നിന്നുകൊണ്ട് സകല ശക്തികളെ നിറുകയിൽ ചവിട്ടിക്കൊണ്ട് ലോകത്തിലെ ഏക മതമുണ്ടെങ്കിൽ സ്തോത്രം, അത് ക്രൈസ്തവ മതമല്ല. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ മതങ്ങൾ മാറി മാറി പല പദ്ധതികൾ ഒരുക്കുമ്പോൾ എന്റെ കർത്താവ് മതത്തിന്റെ സ്ഥാപകനല്ല, പകരം ഇന്ന് രാത്രി അവനൊരു മാർഗത്തിന്റെ നേതാവാണ്. അവനൊരു മാർഗം നമുക്ക് മുൻപിൽ വെച്ചു. അവനൊരു വഴികാട്ടിയാണ്. അവനൊരു മതസ്ഥാപകനല്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി എനിക്ക് വചനം പ്രസംഗിക്കുന്നതിൽ ലജ്ജയില്ല. ഇവിടെ ഞാൻ മറ്റുള്ള ഗ്രന്ഥങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, മറ്റുള്ള എഴുത്തുകാരെ ബഹുമാനിക്കുന്നുണ്ട്, ആദരണീയരായ എല്ലാ തലപ്പന്മാരെ എനിക്ക് സ്നേഹമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ ആരാധിക്കുകയില്ല. എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങളുടെ പ്രവർത്തികൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, നിങ്ങളെല്ലാം ഓരോ സംവിധാനങ്ങൾ
ഇങ്ങനെ ആശയം ഇവിടെ പ്രചരിപ്പിച്ച് അതിനുവേണ്ടി മാത്രം ഊന്നൽ കൊടുക്കുമ്പോൾ ശ്രീയേശു കർത്താവ് ഒരു മാർഗം കാണിച്ചു തന്നു. മനുഷ്യൻ എന്തായിരിക്കണം, മനുഷ്യൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, ഈ സമൂഹത്തിന് നിലനിൽപ്പ്, മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതികൾ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ഈ ഭൂമിയിൽ കാണിച്ചു തന്ന ഏക വ്യക്തി ശ്രീ യേശുവാകയാൽ യേശുവിനേക്കാൾ വലിയവൻ ഈ ഉലകത്തിൽ ഇല്ല എന്നുള്ളതുകൊണ്ട് എനിക്കൊരു കാര്യം ഇന്ന് രാത്രി ഉറപ്പിച്ചു പറയാം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യൻ തന്നെ. അവൻ ഇന്നും ജീവിക്കുന്ന സ്തോത്രം. അവൻ മരിച്ചിട്ടില്ലാത്തത് കൊണ്ട്, അവനെ കൊല്ലാൻ ആർക്കും കഴിയാത്തത് കൊണ്ട്, അവന്റെ കല്ലറ പൂട്ടി വെക്കാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് ഇന്നും അവന്റെ വാക്കുകൾ, അവൻ പറഞ്ഞ പ്രചരിപ്പിച്ച പ്രചരണങ്ങൾ ഇന്നും ഉച്ചൈസം ലോകമായ ലോകം മുഴുവനും ഘോഷിക്കപ്പെടുന്നു. സ്തോത്രം. 10, 17, 18 മണിക്കൂറും നിരന്തരം നിർത്താതെ ഒരു വലിയ പ്ലെയിന് അവിടുന്ന് ഒരു രാജ്യത്തുനിന്ന് പുറപ്പെട്ട് ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് വിട്ട ഈ സ്തോത്രം അമേരിക്ക ഭൂഖണ്ഡത്തിൽ ഈ ന്യൂയോർക്ക് പട്ടണത്തിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ എല്ലാ യാത്രക്കാരുടെ കൂട്ടത്തിൽ ഒരു യാത്രക്കാരായി എനിക്ക് ഈ ന്യൂയോർക്കിൽ വന്നിറങ്ങുവാൻ ഇടയായി തീർന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അവിടെ പ്രസംഗിച്ച പ്രസംഗവും ഇവിടെ പ്രസംഗിച്ച പ്രസംഗവും അവസരത്തിലൊത്ത് മാറ്റുക. ദൈവം എനിക്ക് മേൽ ഇട്ടിട്ടില്ല അഭിഷേകം. അവിടെ പ്രസംഗിക്കുന്ന അതേ പ്രസംഗത്തിന് മാറ്റം ഇന്ന് രാത്രി ഞാൻ ഇവിടെയും പ്രസംഗിക്കൂ. ലോകത്തിൽ ഒരിടത്ത് എന്റെ സുവിശേഷത്തിന് മാറ്റം വരുത്തിയിട്ടില്ല. ലോകത്തിൽ ആരുടെയും സ്വന്തം വലിപ്പ ചെറുപ്പങ്ങൾ കണ്ട് മാറ്റിവെക്കാൻ എനിക്ക് ദൈവം അനുമതി തന്നിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അമേരിക്കയാണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും ലണ്ടൻ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഗൾഫ് രാജ്യമാണെങ്കിലും വടക്കേ ഇന്ത്യക്കാരനായാലും കേരളീയനായാലും ഇന്ന് രാത്രി കുഞ്ഞെ നീ ഒരു കാര്യം അറിഞ്ഞോളാം, നീ ലോകത്തിന്റെ ഏത് രാജ്യത്ത് ജനിച്ചു എന്നുള്ളതല്ല, ഇന്ന് രാത്രി നീ ഏത് രാജ്യത്തൊക്കെ പോകുന്നു എന്നറിഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നീ ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെങ്കിൽ ഇന്ന് രാത്രി പ്രിയരെ നീ ജനിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് രാത്രി ഈ രാജ്യത്തോട്ട് വരാം, ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ആവശ്യമാണെങ്കിൽ ഇന്ന് രാത്രി നീ ഒരിക്കലെങ്കിലും രക്ഷിക്കപ്പെട്ടു എന്നുള്ള വീണ്ടും ജനനത്തിന്റെ സർട്ടിഫിക്കറ്റ് ആകുന്ന ദിവസം നിന്റെ മുമ്പിൽ ഓർമ്മയുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ അടുത്ത പ്രവൃത്തിയിലേക്ക് നീ വരും. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്ന നീ രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് ഈ രാത്രി എനിക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുവാൻ ബന്ധപ്പെടുന്ന കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറുവാൻ ലക്ഷങ്ങൾ മുടക്കി സ്തോത്രം പോകുവാൻ ബന്ധപ്പെടുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപകൾ മുടക്കി പോരുവാൻ മടി കാണിക്കാത്ത ആയിരങ്ങൾ നമ്മുടെ നാട്ടിൽ, ലക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ ത്വരിതപ്പെടുമ്പോൾ ബന്ധപ്പെടുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിന്റെ കയ്യിലിരിക്കുന്ന ലക്ഷങ്ങളുടെ വലുപ്പമോ നീ കഴിഞ്ഞ കാലങ്ങൾ അധ്വാനിച്ച അധ്വാനമോ നിന്റെ വിദ്യാഭ്യാസമല്ല, പ്രാരംഭ നടപടി പോലെ നിന്റെ ജീവിതത്തിൽ ഒറ്റ പേപ്പറിന് പോലും ഒരു കുറവ് വരരുതോ, അവരുടെ ഇന്റർവ്യൂവിൽ ഒരിടത്ത് പോലും ഒരു പ്രയാസം ഉണ്ടാകരുത്, നിന്നിലൊരു കേസ് ഉണ്ടാകരുത്, നിനക്ക് യാതൊരു കുറ്റവും ഉണ്ടാകരുത്, നിനക്കൊരു രോഗം ഉണ്ടാകരുത്. എല്ലാം നോക്കിയിട്ട് ഈ രാജ്യത്ത് നിന്നെ ഇവിടെ കാലുകുത്തത്തുള്ളൂ. നീ ഇന്ത്യ ജീവിച്ചാലും മരിക്കും, അമേരിക്ക ജീവിച്ചാലും മരിക്കും. സ്തോത്രം. ഇവിടെ കുപ്പൂസും അല്ല, സ്തോത്രം, ഇവിടെ ചിക്കനും ബർഗറും തിന്ന, ഗൾഫിൽ ചെന്ന കുപ്പൂസ് തിന്ന, ഇന്ത്യയിലാണെങ്കിൽ പച്ചരിച്ചോറ് തിന്ന. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാം നിന്റെ വയറ്റിലേ ഉള്ളൂ, ഇതെല്ലാം നിന്റെ ശരീരത്തിലുള്ള പുഷ്ടിയ. നിന്റെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചോണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി അകത്തെ മനുഷ്യനെ തളർത്താൻ കഴിയാത്ത, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനത്തെ ഇന്ന് രാത്രി അവിടെയും ഇവിടെയും മാറ്റി കുറയ്ക്കാതെ പ്രസംഗിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് രാത്രി രാവും പകലും ഒരുപോലെ ധ്യാനിച്ച് ആ വചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ രാത്രി പറയണം, കർത്താവേ എന്റെ മേലൊരു രോഗം വരുവാൻ നീ സമ്മതിച്ചില്ല. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ഏതെങ്കിലും അർബുദ വ്യാധി നിന്റെ മേലുണ്ടെങ്കിൽ അത് ഭാഗ്യമായി ജഡത്തിലുള്ളതോ. നിന്റെ അകത്തെ മനുഷ്യനിൽ അർബുദം ബാധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അസൂയയുടെ, പകയുടെ, പിണക്കത്തിലെ, ഭിന്നതയുടെ, ദ്വന്ദ്വപക്ഷത്തിലെയും അർബുദങ്ങൾ ഇന്ന് രാത്രി എത്ര റേഡിയേഷൻ കൊടുത്താലും ഇന്ന് രാത്രി മാറാത്ത ദൈവവചനമാകുന്ന റേഡിയേഷൻ, പരിശുദ്ധമാകുന്ന റേഡിയേഷൻ നിന്റെ ഉള്ളിൽ വന്നിട്ട് ഇന്ന് രാത്രി മനസ്സിനുണ്ടാകാത്ത മനസ്സന്തം ഇന്ന് രാത്രി ഉണ്ടാകാതെ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി നിന്നെ ബാധിച്ച ഈ രോഗം ഇന്ന് രാത്രി സ്വർഗീയ ലാബിൽ ഇന്ന് രാത്രി പരിശോധന ചെയ്തോ നിന്റെ നിത്യതയ്ക്കുള്ള വഴി മുടങ്ങുമെന്ന് തിരിച്ചറിഞ്ഞ് ഈ രാത്രി നിത്യത തടയപ്പെടുന്ന തിരിച്ചറിഞ്ഞ് ഈ രാത്രി സ്വർഗമേ, ഈ രാത്രി എനിക്കെന്ത് നഷ്ടമായാലും സ്വർഗീയ പൗരത്വം എനിക്ക് വേണ്ടി ഫയൽ ചെയ്ത സ്വർഗത്തിലെ പിതാവ് അപ്പന്റെ സന്നിധി ഇരിക്കുകയാ എന്നെ ചേർക്കാൻ. ഹല്ലേലൂയ. അതെനിക്ക് നഷ്ടപ്പെടരുതെന്ന് ഇന്ന് രാത്രി കാഴ്ചപ്പാടിന്റെ അകത്തുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒരു രോഗം വരാതെ സൂക്ഷിക്കുകയില്ല.
സ്തോത്രം. ക്യാപ്സൂളുകൾ വാങ്ങി, മരുന്നുകൾ വാങ്ങി, മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങി പരിശോധനകൾ നടത്തി പോകുന്ന ബാഹ്യ മനുഷ്യനേക്കാൾ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. ക്യാപ്സൂളുകൾ വാങ്ങി, മരുന്നുകൾ വാങ്ങി, ലാബോറട്ടറികൾ കയറി ഇറങ്ങി നടക്കാതെ പകരം ഇന്ന് രാത്രി ദൈവമേ, ദൈവവചനത്തിന് മുമ്പിൽ ഇന്ന് രാത്രി സമർപ്പിക്കുക. ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ ഇന്ന് രാത്രി നീ ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവാകുന്ന പരിശോധകന്റെ മുമ്പിൽ ഇന്ന് രാത്രി നിന്നെ വിധേയപ്പെടുത്തും. ആത്മാവ് ഇന്ന് രാത്രി നല്ലതും തീയതും നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തും. പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് സുബോധം വരുത്തി ചൊവ്വയുള്ള വഴി നിന്നെ നടത്തി നിത്യതയ്ക്ക് വേണ്ടി പാത വെട്ടിവെച്ച ആ മഹാദൈവം ഇതാകുന്നു വഴി എന്ന് പറഞ്ഞ് കയറിപ്പോയ അതേ പാതയിലൂടെ ഇന്ന് രാത്രി നിനക്കും യാത്ര ചെയ്യണമെങ്കിൽ ഈ രാത്രി നിങ്ങളുടെ ശുദ്ധീകരണം ആവശ്യമാണ്. ആ പരിശുദ്ധമായ ശക്തി ഈ രാത്രി നിന്റെ മേൽ ഇറങ്ങിയിൽ മാത്രമേ നിനക്കൊരു നിത്യത പോകാൻ കഴിയുകയുള്ളൂ. ഇന്നിന്റെ കാലഘട്ടം സമയം മുടിച്ചു വ്യക്തികളെ തകർത്ത, ജീവിതങ്ങളെ വലച്ച് നിന്നെ തകർത്തു കളയുന്ന ശക്തിയുടെ മേൽ ദൈവാത്മാവിന്റെ അഭിഷേകം ദൈവമക്കളിൽ വെളിപ്പെടുത്തി സ്വർഗ്ഗം ഇന്ന് രാത്രി എന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ദൈവമക്കൾ ഒരുമിച്ച് നിരത്തിപ്പെടണം. ദൈവമേ, ഞങ്ങളുടെ മേൽ വ്യാപരിച്ച ശക്തിയുടെ വലിപ്പം ആളവറ്റ വലിപ്പമാകയോ. ആ ശക്തി പ്രാപിച്ചവർ ഇന്ന് രാത്രി പറയണം, ദൈവമേ, പരിശുദ്ധാത്മാവ് തന്നത് വെറുതെ കൈകൂട്ടി വിടാനുള്ളതല്ല. സ്തോത്രം. ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ, രണ്ടെണ്ണം പറഞ്ഞേച്ച് പ്രൈസ് പുറത്തിറങ്ങുമ്പോൾ അത് മുഴുവൻ അടച്ചിനി അടുത്ത ദിവസം 24 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അടപ്പ് തുറക്കൂ, ലോക്കെടുക്കൂ. കാര്യം താക്കോല് ഹോളി വെച്ചാ പോയേ. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തോട്, ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തോട് ഞാനൊരു കാര്യം പറയാം. ആരാധിക്കുന്ന ദൈവജനം ആലയത്തിൽ ഇരുന്ന് ആരാധിക്കും, നീ വീട്ടിൽ ആരാധിക്കും, നീ യാത്രയിൽ ആരാധിക്കും, നീ ഹോളിൽ ഇരിക്കുമ്പോൾ ആരാധിക്കും, നീ ഷോപ്പിൽ ഇരിക്കുമ്പോൾ ആരാധിക്കും, നീ കടന്നു പോകുന്നിടത്തെല്ലാം നിനക്ക് ആരാധന വെളിപ്പെടും. നിന്റെ നാവിന്റെ മേൽ ചങ്ങല ഇന്ന് രാത്രി ആരും ഇട്ടിട്ടില്ല. ഇന്ന് രാത്രി നിന്റെ ദേഹത്തിന് ബലം ക്ഷയിപ്പിക്കുന്ന രോഗമണ്ഡലം നിന്റെ പുറത്തുണ്ടെങ്കിലും നിന്റെ അകരത്തിന്റെ കെട്ട് ഇന്ന് രാത്രി അഴിഞ്ഞതാണെങ്കിൽ നീ നിർത്താതെ ആരാധിച്ചു തുടങ്ങുമ്പോൾ, അന്യഭാഷ പറഞ്ഞ് സ്തോത്രം ചെയ്തു തുടങ്ങുമ്പോൾ നിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയും. കുഞ്ഞെ പൗലോസിനെ, ശീലാസിനെ ഇവിടുത്തെ കാരാഗ്രഹങ്ങൾ ബന്ധിച്ചൊതുക്കിയെങ്കിലും ഒരു കാര്യം ഇന്ന് രാത്രി അറിയണം, ഇവിടുത്തെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കുന്ന ഒരഭിഷേകം നാവിന്റെ വ്യാപരിച്ചു. ഇന്ന് രാത്രി അതേ നാവിന്റെ വ്യാപരിക്കുന്ന അഭിഷേകം നമ്മളുടെ ഇന്ന് രാത്രി വെളിപ്പെട്ടോ. നീ പുറത്തിറങ്ങാതിരിക്കാം, അതിന്റെ സുവിശേഷം പ്രചരിക്കാതിരിക്കാം. നിത്യ സത്യ സുവിശേഷം നിത്യ സത്യ സുവിശേഷം പുറത്തു വരാതിരിക്കാൻ ആരെല്ലാം ഇവിടെ ബന്ധിച്ചൊതുക്കിയാലും ഏതെല്ലാം കുരുക്കളോട് വന്നാലും ഉറപ്പാ ദൈവദാസന്മാരെ, ഉറപ്പാ ദൈവമക്കളെ, നമ്മുടെ അതരത്തിന്റെ പൂട്ട് ഇന്ന് രാത്രി അടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ചങ്ങലകൾ ഇന്ന് രാത്രി അഴിഞ്ഞു വീഴും. നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി കാൽപ്പെ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. അടുത്ത സ്റ്റെപ്പ് നിന്നെ കൊണ്ട് വെപ്പിക്കത്തില്ലെന്ന് പറയുന്ന ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഇന്ന് രാത്രി ഇളക്കിക്കളയാ. നീ നിയമജ്ഞന്മാരെ തരണ്ട, പകരം നല്ല നിയമജ്ഞനായ, നല്ല നിയമകർത്താവായ, നല്ല വക്കീലായ ദൈവത്തെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആരാധിച്ച നിന്റെ കാലിൽ വീണ കുരുക്ക് ഈ രാത്രി ദൈവം അഴിക്കും. ഇന്ന് രാത്രിയുടെ മുമ്പിൽ എന്റെ അത്ഭുതങ്ങൾ ചെയ്യാൻ ഇന്നും അവന്റെ കരം കുറുകിയിട്ടില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എത്ര പ്രസംഗിച്ചാലും ഇന്ന് രാത്രി ദൂത് അവസാനിക്കുകയില്ല. എനിക്കൊരു കാര്യം അറിയാം, ഒരു കാലഘട്ടത്തേക്ക് അവസാനിക്കുന്നതല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഒരു പ്രസംഗിയുടെ പ്രസംഗത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ ആശയത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമായിരുന്നില്ല പരിശുദ്ധാത്മാവിന്റെ ആ പ്രസംഗം. സ്തോത്രം. ഇന്ന് രാത്രി മാനവകുലത്തിൽ, ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ട ആദ്യത്തെ പ്രാസംഗികരെ, ആദ്യമായി ജനിച്ച സകലരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നയിച്ചെങ്കിൽ ഇന്ന് രാത്രി ശക്തി പ്രാപിച്ച സഭയെ എന്നെ നിങ്ങളെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് കാത്തിരിക്കുന്നവരാ പ്രാപിച്ചത്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അവർ പ്രാപിച്ചവർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവർ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. ഇന്ന് രാത്രി ഒരു കഴുകൻ കുഞ്ഞ് പറക്കുന്ന കണ്ട് ഒരു പറവജാതി ചെറിയ കുരുവിയിരുന്ന് സ്തോത്രം മോങ്ങിയിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. നീ ജനിച്ച വംശം ഇന്ന് രാത്രി മാറിപ്പോയി. കുഞ്ഞ്, ഇന്ന് രാത്രി നീ എവിടെ ജനിച്ചു? ഇന്ന് രാത്രി നീ ക്രിസ്തുവിൽ രണ്ടാമത് ജനിച്ച ഒരു വ്യക്തിയാണോ? ഇന്ന് രാത്രി നീ കഴുകനെ പോലെ ശക്തി പ്രാപിച്ച വ്യക്തിയാണോ? നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ ഉയർച്ച ഇന്ന് രാത്രി മറ്റുള്ളതിനെ
ഏതൊന്നിനേക്കാൾ മുകളിലായിരിക്കും, ഏതൊന്നിനേക്കാൾ ഉയരത്തിലായിരിക്കും. ഉദ്ദംഗസുഖം പോലെ ഇവിടുത്തെ മൻഹാട്ടനിൽ ഉയർത്തിയിരിക്കുന്ന സ്തോത്രം 100-ൽ മുകളിലുള്ള ഈ ബഹുനില കെട്ടിടങ്ങൾ അമേരിക്കയുടെ മണ്ണിൽ കാലൂന്നി ചവിട്ടി ഉയർന്നു നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, സ്തോത്രം പ്ലെയിനേക്കാൾ ഉയരത്തിലേക്ക് ഇന്ന് രാത്രി വായു സഞ്ചാരമുള്ള മനുഷ്യകുലത്തിൽ ഒരു ഇന്ധനവുമില്ലാതെ പറക്കാൻ കഴിയുന്ന കഴുകനെ ഇന്ന് രാത്രി അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ അതിന് പറന്നു പോകാൻ കഴിയുമെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കുഞ്ഞ ഏത് പ്രതികൂലത്തിന്റെയും ഏത് വെല്ലുവിളിയുടെയും ഏത് മാനുഷികമായ ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഇത്ര ഉയരത്തിൽ പൊങ്ങാൻ നിനക്ക് കഴിയത്തില്ല. നീ നിൽക്കുമ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം സകല അധികാരങ്ങളുടെ, സകല ഉന്നതന്മാരുടെ, സകല ശക്തന്മാരുടെ, സകല മണ്ടന്മാരുടെ മുകളിൽ നിന്നെ ഉയർത്താൻ കഴിയുമെന്ന് ഇന്നലെ വിശ്വസിച്ചാൽ ആരാധിക്കുമെങ്കിൽ